അപ്പോൾ ഇന്ന് ടൂൾ ആൻഡ് ഡൈ മേക്കറിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബിവൽ പ്രൊട്ടക്ടറാണ്. നമുക്ക് ആംഗിൾസ് അളക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ബിവൽ ഗേജസ് അല്ലെങ്കിൽ ബിവൽ പ്രൊട്ടക്ടർ. ഇതിൽ ഗേജസ് എന്ന് പറയുമ്പോൾ അവർ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ബിവൽ ഗേജ് അതുപോലെ തന്നെ യൂണിവേഴ്സൽ ബിവൽ ഗേജ് എന്ന് പറയുന്ന ഈ രണ്ടെണ്ണം ഇതൊന്ന് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്, കാരണം അവരിൽ നിന്ന് ഒരിക്കലും നമുക്ക് ഡയറക്റ്റ് ആംഗിൾ റീഡിങ് കിട്ടത്തില്ല. ഇതിൽ ബിവൽ ഗേജ് എന്ന് പറയുന്നതാണ് ഈ ഒന്നാമത്തെ ചിത്രം കണ്ടില്ലേ, ഈ മൗസ് പോയിന്റ് കണ്ടില്ല നിങ്ങൾ. ഇതിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഡിഗ്രിയുടെ ഗ്രാജുവേഷൻസ് അല്ലെങ്കിൽ മാർക്കിംഗ് കാണാനുണ്ടോ? 1 ഡിഗ്രി 2 ഡിഗ്രി 10 ഡിഗ്രി 90 ഡിഗ്രി 180 ഡിഗ്രി എവിടെയെങ്കിലും കാണാനുണ്ടോ നിങ്ങൾക്ക്? ഇല്ലല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ആംഗിൾ, ഇപ്പോൾ ഈ ആംഗിൾ നമുക്ക് കാണുന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ വെച്ചിട്ട് ഇതോടെ ടൈറ്റ് ആക്കി വെക്കും. അപ്പം അത് പിന്നെ അനങ്ങത്തില്ല. എന്നിട്ട് ഇത് നമ്മൾ എന്ത് കൊണ്ടുപോയി വെക്കും, ഒരു പൊട്ടാക്ടറിന്റെ മുകളിൽ കൊണ്ടുപോയി വെക്കും. എന്നിട്ട് നമുക്ക് അപ്പോഴാണ് നമുക്ക് ആ പൊട്ടാക്ടറിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, ഈ ആംഗിൾ കിട്ടുക. അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്ന് വിളിക്കുക. ഇതേപോലെ തന്നെ ഫിഗർ 2 നോക്കുക നിങ്ങൾ. യൂണിവേഴ്സൽ ബിവൽ ഗേജ് കണ്ടോ, ഇതിൽ രണ്ട് മറ്റേ ലിങ്കേജ് ഉള്ളൂ. ഇതിൽ കണ്ടോ 3 ലിങ്കേജ് ഉണ്ട്. അപ്പൊ ഇതിൽ അളക്കാൻ കഴിയാത്ത ആംഗിൾസ് കൂടി, കോംപ്ലക്സ് ആയ ആംഗിൾസ് കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അളക്കാം. അതുകൊണ്ടാണ് ഇതിനെ യൂണിവേഴ്സൽ ബിവൽ ഗേജ് എന്ന് വിളിക്കുന്നത്. പക്ഷേ ഇത് രണ്ടും ഗ്രാജുവേഷൻസ് കാണിക്കുന്നില്ല അല്ലെങ്കിൽ റീഡിങ് കാണിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് എന്നാണ് വിളിക്കുക കേട്ടോ. പിന്നെ ഈ സ്ലോട്ടിലൂടെ എന്ത് ചെയ്യുക, ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി സ്ലോട്ട് നമുക്ക് ഇതിലൂടെ കേട്ടോ. ഓക്കെ ആണോ? അപ്പൊ നമുക്ക് ഫസ്റ്റ് നോക്കാം. കോമൺലി നമ്മൾ ആംഗിൾസ് ചെക്ക് ചെയ്യാൻ അല്ലെങ്കിൽ മാർക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത് 3 ഡിവൈസ് ആണ്: ബിവൽ അല്ലെങ്കിൽ ബിവൽ ഗേജ്, യൂണിവേഴ്സൽ ബിവൽ ഗേജ്, ബിവൽ പ്രൊട്ടക്ടർ. അതിൽ ഫസ്റ്റ് ബിവൽ ഗേജ്, ഇതാണ് ഒന്നാമത്തെ ചിത്രമാണ്. ഇതിൽ കണ്ടില്ലേ, ഇതെന്നാണ് ക്വസ്റ്റ്യൻ വരിക. കനോട്ട് മെഷർ ആംഗിൾസ് ഡയറക്ട്ലി, therefore ഇൻഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണ് ഇത് ബിവൽ ഗേജും യൂണിവേഴ്സൽ ബിവൽ ഗേജും. നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾസ് നമുക്ക് എന്ത് ചെയ്യാം, ഈ നെറ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്ത് വെക്കാം. ആംഗിൾസ് ക്യാൻ ബി സെറ്റ് ആൻഡ് മെഷേർഡ് വിത്ത് ബിവൽ പൊട്ടാക്ടേഴ്സോ അല്ലെങ്കിൽ നമുക്ക് കോമൺ പൊട്ടാക്ടേഴ്സോ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. യൂണിവേഴ്സൽ ബിവൽ ഗേജ് ഓക്കെ ആണോ? രണ്ടാമത്തെ നമ്മൾ നേരത്തെ കണ്ട ചിത്രമാണ് ഇത്. ഈ ചിത്രമാണ് യൂണിവേഴ്സൽ ബിവൽ ഗേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാസ് ആൻ അഡീഷണൽ ബ്ലേഡ് അല്ലെ. നമ്മുടെ ബിവൽ ഗേജിനെക്കാട്ടിലും ഒരു അഡീഷണൽ ബ്ലേഡ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം, യൂണിവേഴ്സൽ ബിവൽ ഗേജ് അല്ലെ. അപ്പൊ ഇതിനെ കൊണ്ട് കഴിയാത്ത എന്തോ ഒരു കാര്യം അതിനെ കൊണ്ട് കഴിയുന്നുണ്ട് അല്ലേ. സോ this help in measuring angles which cannot be checked with an ordinary bevel gauge. ഇത് തന്നെ കേട്ടോ നമ്മൾ പറഞ്ഞതിനാണ്, ഇതിനെ കൊണ്ട് കഴിയാത്ത ആംഗിൾ കൂടി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ അളക്കാം. അതിന് തന്നെ രണ്ട് സെപ്പറേറ്റ് 3, ഇത് 2 ലിങ്കേജ് ആണെങ്കിൽ ഇതിൽ 3 ബ്ലേഡ് ഉണ്ട്. ഓക്കെ ആണോ? നമ്മളെ ബിവൽ പൊട്ടാക്ടർ ഇതെന്താ നമുക്ക് നോക്കി നോക്കൂ. ഗ്രാജുവേഷൻസ് കാണുന്നില്ലേ നിങ്ങൾ? കാണുന്നില്ലേ? ആൽഫ ബീറ്റ ഈ 2 ആംഗിൾ കാണുന്നില്ലേ? അതുപോലെ തന്നെ ഇവിടെ ആൽഫ എന്ന് കാണിക്കുന്നില്ലേ? ഓക്കെ ആണോ? അപ്പോൾ ബിവൽ പൊട്ടാക്ടർ എന്ന് പറഞ്ഞാൽ ഇസ് എ ഡയറക്റ്റ് ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്. ഇത് ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ഇന്ന് മെയിൻ ആയിട്ട് കണ്ടുവരാറുള്ളത്. ഡയറക്റ്റ് ഏതാണ്, ഇൻഡയറക്റ്റ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ് ആണെന്ന് ചോദിക്കൂട്ടോ. ആൻഡ് ഹാസ് ഗ്രാജുവേഷൻസ് മാർക്ക്ഡ് ഫ്രം, നെക്സ്റ്റ് ചോദ്യം വരുന്നത് 0 മുതൽ 180 ഡിഗ്രി വരെയാണ്. കാരണം നമുക്ക് ഈ ബിവൽ പൊട്ടാക്ടർ അല്ലെങ്കിൽ ഇത് കാണാത്ത ആൾക്കാർ വിചാരിക്കും 360 ഡിഗ്രി ഒക്കെ ഉള്ള എന്തെങ്കിലും നമ്മളെ ഈ സർക്കുലർ ഫോം ആയിരിക്കും എന്ന് വിചാരിക്കും. അപ്പോൾ ഈ 0 to 180 എന്നുള്ളതിന് പകരം നമ്മൾ എന്ത് ചെയ്യും, 0 to 360 എന്ന് അങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കും. അപ്പോൾ മെയിൻ ആയിട്ട് ഇത് കൂടി നോക്കുക, മാർക്ക്ഡ് ഫ്രം 0 to 180 ഡിഗ്രി. ഇനി അടുത്തത് ചോദിക്കാനുള്ളത് വിത്ത് ആൻ ആക്യുറസി ഓഫ് ±1 ഡിഗ്രി. നമ്മൾ സാധാ ഓർഡിനറി അതിന്റെ പോലെ തന്നെ 1 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, അക്യുറസിയിൽ ±1 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, മെഷർ ചെയ്യാം. ഓക്കെ ആണോ? ഇനി അടുത്തത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള PSC ക്ക് ഇഷ്ടപ്പെട്ട ടോപ്പിക്കാണ് കോമ്പിനേഷൻ സെറ്റ്. Can be used for different types of work like layout work, measurement and checking of angles. ആംഗിൾ മെഷർ ചെയ്യാൻ നമ്മൾ ആദ്യം 3 പഠിച്ചു. ഇതിൽ എന്തുണ്ട്, ഇതിലെല്ലാം കൂടി വരുന്നുണ്ട് കേട്ടോ. ഓക്കെ ആണോ? ഇതിലെ ഹെഡുകൾ ചോദിക്കാറുണ്ട്. ഈ ഫിഗർ കണ്ടോ നിങ്ങൾ? ഇതിൽ കണ്ടോ 4 മെയിൻ ആയിട്ട് 4 ഡിവൈസ് ഉണ്ട് ഇതിൽ. ഫസ്റ്റ് ഒന്ന് റൂൾ. ഈ 4 കണ്ടോ, റൂൾ കണ്ടോ നിങ്ങൾ? ഈ റൂൾ നമുക്ക് അറിയാലോ, സ്കെയിൽ അല്ലെങ്കിൽ സ്റ്റീൽ റൂൾ എന്നൊക്കെ പറയുന്ന മാതിരി തന്നെ കണ്ടോ, നമ്മുടെ ലീനിയർ മെഷർമെന്റ് അടയാളപ്പെടുത്തിയിട്ടില്ല ഈ വലിയ സ്കെയിൽ നമ്മൾ എന്ത് വിളിക്കും, റൂൾ എന്ന് വിളിക്കും. ഇനി ഈ 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ, 1 എന്ന് അടയാളപ്പെടുത്തിയിരിക്കുന്നത് കണ്ടോ, അതിൽ കണ്ടോ ഡിഗ്രി ഗ്രാജുവേഷൻസ് കണ്ടോ നിങ്ങൾ, ഒരു പൊട്ടാക്ടറിന്റെ രൂപത്തിൽ കണ്ടോ. അപ്പൊ അതിൽ നമുക്ക് എന്ത് വിളിക്കാം, പൊട്ടാക്ടർ ഹെഡ് എന്ന് വിളിക്കാം. കണ്ടോ, ഇത് ബേസ് ആണ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ആംഗിൾ എങ്ങോട്ട് വെച്ചിട്ട് നമുക്ക് മെഷർ ചെയ്യാം. ഓക്കെ ആണോ? ഇനി 2 സ്ക്വയർ ഹെഡ്. സ്ക്വയർ ഹെഡ് ഈ 2 കണ്ടോ, ഇവിടെ കണ്ടോ ഇങ്ങനെ ഒരു 90 ഡിഗ്രി, പിന്നെ ഇങ്ങനെ ഒരു ഡിഗ്രി. ഈ സ്ക്വയർ ഹെഡ് എന്ന് ചോദ്യം ചോദിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് നമ്മൾ 90 ഡിഗ്രി ആണെന്ന് വിചാരിച്ചു നോക്കും, പക്ഷെ ഇത് 90 ഡിഗ്രി മാത്രമല്ല. ഇത് കണ്ടോ, ഇത് പെർപെൻഡിക്കുലർ, കംപ്ലീറ്റ്ലി വെർട്ടിക്കൽ.
പക്ഷെ ഇത് നോക്കി നോക്കൂ നിങ്ങൾ, ഈ ഒരു സൈസ് നോക്കി നോക്കൂ, അത് 45 ഡിഗ്രി ഉണ്ട് കണ്ടോ. ഈ ഒരു സൈസ് കണ്ടോ നിങ്ങൾ, 45 ഡിഗ്രി കണ്ടോ. അപ്പൊ രണ്ട് സ്ക്വയർ ഹെഡിൽ വെറും 90 ഡിഗ്രി മാത്രമല്ല നമുക്ക് മെഷർ ചെയ്യാം, 45 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യാനും മെഷർ ചെയ്യാനും പറ്റും. അത് PSCയുടെ വേറെ ഇഷ്ടപ്പെട്ടു. പിന്നെ സ്പിരിറ്റ് ലെവൽ എവിടെ നിന്ന് ചോദിക്കും. പിന്നെ ഇതെന്താ, മൂന്നാമത്തെ സെന്റർ ഹെഡ് കണ്ടോ, ഇങ്ങനെയും ഇങ്ങനെയും വി ഷേപ്പിൽ കണ്ട്. ഇതാ ഇത് നോക്കി നോക്കൂ നിങ്ങൾ, ഈ ഫിഗർ 5 നോക്കി നോക്കൂ, ഇതാണ് സെന്റർ ഹെഡ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒന്നാമത്തെ സ്ക്വയർ ഹെഡ് കണ്ടോ, ഇങ്ങനെയാണ് ഉണ്ടാവുക, ഈ ഫിഗർ 2. The square head has one measuring face at 90 degree കണ്ടോ, ഇതെന്താ, ഇത് 90 degree and another at 45 degree to the rule. ഇത് കണ്ടോ, ഇത് 45 degree. നമുക്കറിയാലേ ഇത് റൂൾ ആണെന്ന് നമുക്കറിയാലേ. ഇങ്ങനെ എന്തുണ്ട്, നമ്മളെ റൂൾ ഉണ്ട്, അതിന് ഒന്ന് 45 ഡിഗ്രി, ഇതാണ് സെക്കൻഡ് മെഷറിംഗ് ഫേസ്. അതുപോലെ തന്നെ ഇതാണ് ഫസ്റ്റ് മെഷറിംഗ് ഫേസ്, ഇത് 90 ഡിഗ്രി. ഇതിന് റൂളിനോട്ട് ഇത് 90 ഡിഗ്രി, ഇത് 45 ഡിഗ്രി. അതാണ് സ്ക്വയർ ഹെഡ്. അപ്പൊ നമുക്ക് സ്ക്വയർ ഹെഡിന്റെ യൂസ് ഒന്ന് നോക്കി നോക്കൂ. യൂസ് എന്തായിരിക്കും, അതായത് 45 ഡിഗ്രി 90 ഡിഗ്രി അല്ലെ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാർക്ക് ആൻഡ് ചെക്ക് 90 ഡിഗ്രി ആൻഡ് 45 ഡിഗ്രി ആംഗിൾസ്. ഇവിടെ നിന്ന് PSC റിപ്പീറ്റഡ് ആയിട്ട് ഈ ലൈനിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? മാർക്ക് ചെയ്യാൻ, ചെക്ക് ചെയ്യാൻ. മെഷർ ചെയ്യാൻ പറ്റുമോ? അതൊരു ആംഗിൾ ചെക്ക് ചെയ്യാം, ചെക്കാണ് നമുക്ക്, പക്ഷെ ഒരു ആംഗിൾ മെഷർ ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. നമുക്കത് 45 ആണോ 90 ഡിഗ്രി ആണോ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാനേ പറ്റത്തുള്ളൂ അല്ലെ. നമുക്ക് ഒരു 30 ഡിഗ്രി ഉണ്ടിട്ട് അത് 30 ഡിഗ്രി ആണെന്ന് അളക്കാൻ പറ്റും. ആംഗിൾ അളക്കാൻ വേണ്ടി എന്ത് ഉപയോഗിക്കത്തില്ല, സ്ക്വയർ ഹെഡ് ഉപയോഗിക്കില്ല. അതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡാണ് പ്രൊട്രാക്ടർ ഹെഡ്. പക്ഷെ ഇത് എന്ത് ചെയ്യാം, 90 ഡിഗ്രി 45 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ലൈൻ ഇങ്ങനെ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, 45 ഡിഗ്രിയിലെ ലൈൻ ഇവിടെ മാർക്ക് ചെയ്യാം, ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ 90 ഡിഗ്രി നമുക്ക് മാർക്ക് ചെയ്യാം. ഇനി അഡീഷണൽ ആയിട്ട് നമുക്ക് വേറൊരു ഇത് കൂടി ഉണ്ട്. ഈ സ്കെയിൽ കണ്ടോ, അങ്ങനെ സ്ലോട്ട് കണ്ടോ നിങ്ങൾ, സ്കെയിലില് നമ്മുടെ റൂളില് നടുവിൽ സ്ലോട്ട് ഉണ്ട് അല്ലേ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ഈ ഹെഡ് നമുക്ക് എന്ത് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. അപ്പോ ആ ഒരു ഉപയോഗം വെച്ചിട്ട് ഇതുണ്ട്, ഈ നടുവിൽ സ്ലോട്ട് ഉണ്ടല്ലേ, അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഹെഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാം. ആ ഒരു പൊസിഷൻ വെച്ചിട്ട് ഇറ്റ് കാൻ ആൾസോ ബി യൂസ്ഡ് ടു സെറ്റ് വർക്ക് പീസസ് ഓൺ ദി മെഷീൻസ് ആറ്റ് മെഷർ ദി ഡെപ്ത് ഓഫ് ദി സ്ലോട്ട്. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡെപ്ത് സ്ലോട്ടിന്റെ മെഷർ. ഇതാ ഈ ചിത്രം നോക്കിയപ്പോൾ ഫിഗർ 3 നോക്കിയപ്പോൾ ഇത് കുറച്ച് നീക്കിയപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഈ ദൂരം നമുക്ക് എന്ത് ചെയ്യാം, ഈ റൂളിൽ കിട്ടില്ലേ. ഈ റൂള് ഇവിടെ 0 ആണെങ്കിൽ നമുക്ക് ഇതാ നീക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, നമുക്ക് ഈ നീളം നമുക്ക് അളന്നെടുത്തൂടെ. ഓക്കെ ആണോ? ഇതേ നീളമാണ് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഡെപ്ത് വരിക. ഓക്കെ ആണോ? അതുപോലെ തന്നെ സെറ്റ് വർക്ക് പീസസ് ഓൺ ദി മെഷീൻ ആണോ, മെഷീനിൽ നമുക്ക് വർക്ക് പീസ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ ഉപയോഗിക്കാം. അപ്പോൾ നമ്മുടെ സ്ക്വയർ ഹെഡ് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതായത് രണ്ട് ഫേസ് ഉണ്ട്, ഒന്ന് എന്തുണ്ട്, 90 ഡിഗ്രി വേർട്ടിക്കൽ ഫേസ് ഉണ്ട്, ഒന്ന് 45 ഡിഗ്രി ഫേസ് ഉണ്ട്. പിന്നെ രണ്ട് ഉപയോഗം ഉണ്ട്, ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക, ഏതൊക്കെ ഡിഗ്രി, 90 ഡിഗ്രി 45 ഡിഗ്രി. പിന്നെ അടുത്ത എന്താ, ഡെപ്ത് ഓഫ് ദി സ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇത് സ്ലൈഡ് ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്ലൈഡ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റൂളിന്റെ സഹായത്തോടു കൂടി മാറ്റാം, നോക്കാം. പിന്നെ അടുത്ത എന്താ, നമുക്ക് വർക്ക് പീസ് നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാം, 90 ഡിഗ്രി 45 ഡിഗ്രി സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നെക്സ്റ്റ് സെന്റർ ഹെഡ് കണ്ടില്ല. ഇപ്പൊ ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് സെന്റർ ഹെഡിന് എന്ത് ചെയ്യാം, കംപ്ലീറ്റ് യൂസ്നെസ് നമുക്ക് മനസ്സിലാക്കാം. ദിസ് അലോങ് വിത്ത് ദി റൂൾ ഈസ് യൂസ്ഡ് ഫോർ ലൊക്കേറ്റിംഗ് ദി സെന്റർ ഓഫ് ദി സിലിണ്ടറിക്കൽ ജോബ് അല്ലെ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ സ്റ്റീൽ റൂൾ ഉണ്ടോ, ഈ റൂള് പോണത് ഇതിന്റെ സെന്ററിലൂടെയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ നമുക്കൊരു സർക്കുലോ സിലിണ്ടറോ ഒക്കെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ സെന്ററിലൂടെ എന്ത് ചെയ്യാം, നമ്മൾ ഈ റൂളിന്റെ ഈ അറ്റം പോവുക. അപ്പൊ അതുകൊണ്ട് ഈ സെന്റർ ഹെഡ് അലോങ് വിത്ത് റൂൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ സർക്കുലർ ജോബിന്റെ സെന്റർ നമുക്ക്, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ജോബിന്റെ സെന്റർ നമുക്ക് കണ്ടുപിടിക്കാം. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് നമുക്ക് ഇങ്ങനെയുള്ളതിനെ നമ്മൾ എന്ത് വിളിക്കും, സെന്റർ ഹെഡ് എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ നമുക്കൊരു സിലിണ്ടർ വെച്ചു, അല്ലെങ്കിൽ സിലിണ്ടറിക്കൽ ജോബ് വെച്ചു. ഇവിടെ നമുക്ക് സെന്റർ ഇതിന്റെ വെറും ഇതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റില്ല. സെന്റർ കാണണമെങ്കിൽ നമുക്ക് എന്തുകൂടി വേണം, നമ്മൾ റോള് കൂടി വേണം അല്ലെ. റോള് ഇതിനോട് കണ്ടോ, റോൾ ഇങ്ങനെ സെന്ററിലൂടെ പോവുക, സെന്ററിലൂടെയാണ് പോവുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇതാണ് ഇതിന്റെ സെന്ററിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, മനസ്സിലാക്കി വെക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഉപയോഗം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ആണോ? അപ്പൊ സെന്റർ ഹെഡിന്റെ ഉപയോഗം അതല്ലേ. ഫോർ എൻഷുറിംഗ് അക്യുറേറ്റ് റിസൾട്ട് ദി കോമ്പിനേഷൻ സെറ്റ് ഷുഡ് ബി ക്ലീൻഡ് വെൽ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത് പ്രൊട്ടക്ടർ ഹെഡ്. നമുക്ക് പ്രൊട്ടക്ടർ ഹെഡ് എന്തിനാണെന്ന് അറിയാം. അതിന്റെ അക്യുറസി നമുക്ക് നോക്കി വെക്കാം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. +or-1 ഡിഗ്രി തന്നെയാണ്. ദി സ്പിരിറ്റ് ലെവൽ അറ്റാച്ച് ടു ദിസ് ട്വിസ്റ്റ്. ഒരു സ്പിരിറ്റ് ലെവൽ നമ്മൾ എന്ത് ചെയ്യും, ഇതിൽ അറ്റാച്ച് ചെയ്യും. പിന്നെ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ സെറ്റിംഗ് ദി ജോബ് ഇൻ എ ഹൊറിസോണ്ടൽ
പ്ലെയിൻ നമുക്ക് എന്ത് ചെയ്യാം, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണോ എന്ന് അളക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം, ഒരു സ്പിരിറ്റ് ലെവൽ കൂടി നമുക്ക് അറ്റാച്ച് ചെയ്ത് വെക്കാം. ഇനി അടുത്തത് TDMലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു 2 മൊഡ്യൂളിൽ വരുന്നുണ്ട് കേട്ടോ. ഗ്രൈൻഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. പിന്നെ പെഡസ്റ്റൽ ഗ്രൈൻഡർ എന്ന് പറഞ്ഞിട്ട് ഒരു മൊഡ്യൂൾ ചെറിയൊരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിനിമം ഒരു 4 മാർക്ക് അല്ലെങ്കിൽ 10 മാർക്കാണ് ഒരു മൊഡ്യൂൾ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താ ഗ്രൈൻഡിങ് നമുക്ക് അറിയാം. ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് ഈസ് പെർഫോംഡ് റഫ് ഗ്രൈൻഡിങ് ജോബ്സ് റീഷേപ്പനിങ് ഓഫ് എന്തൊക്കെ നമുക്ക് ഉപയോഗിക്കാം, നമ്മൾ ടൂൾസ് ഉപയോഗിക്കാം, സ്ക്രൈബേഴ്സ്, പഞ്ചസ് ഒക്കെ ഇതൊക്കെ നമുക്ക് ഷാർപ്പൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഓഫ് ഹാൻഡ് ഗ്രൈൻഡിങ് ഉപയോഗിക്കാം. 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് ബെഞ്ച് ഗ്രൈൻഡർ, അത് ലൈറ്റ് ഡ്യൂട്ടി ആണ് കേട്ടോ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഈ 4 സ്ലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, ബെഞ്ചിൽ ഒപ്പിച്ച് വെക്കാം. രണ്ടാമതാണ് പെഡസ്റ്റൽ ഗ്രൈൻഡർ കണ്ടോ, ഒന്നും കൂടി ഹെവി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഓക്കെ ആണോ? നമുക്ക് ഓരോന്ന് നോക്കാം. ബെഞ്ച് ഗ്രൈൻഡർ are fitted to a bench or table and are useful for light duty work. ഈ ഒരു പോയിന്റ് മാത്രം നിങ്ങൾ അവിടെ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് പെഡസ്റ്റൽ ഗ്രൈൻഡർ അല്ലേ. ഇത് എവിടെയാണ്, നമ്മൾ ഇതിനായിട്ടൊരു ബേസ് ഉണ്ട് അല്ലേ, ഇതിനായിട്ട് ബേസ് ഉണ്ടോ, ആ ബേസിലാണ് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കുക ടു ദി ഫ്ലോർ കണ്ടോ. പെഡസ്റ്റല് നമ്മൾ എന്ത് ചെയ്യും, ഫ്ലോറിലേക്ക് ഫാസ്റ്റൻ ചെയ്ത് വെക്കും. ഇത് ആർ യൂസ്ഡ് ഫോർ ഹെവി ഡ്യൂട്ടി വർക്ക്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കുക കേട്ടോ. ഇനി അടുത്തത് ഇതിലെന്തുണ്ട്, ഈ 2 ഗ്രൈൻഡറുകൾ എന്തുണ്ട്, ഇലക്ട്രിക് മോട്ടോർ ഉണ്ട്. 2 സ്പിൻഡിൽസ് ഫോർ മൗണ്ടിങ് ഗ്രൈൻഡ് വീൽ ഉണ്ട് കണ്ടോ. 1 2 1 2. സാധാരണ ഒന്ന് ഫൈൻ വീലും ഒന്ന് കോസ് വീലും ആയിരിക്കും കണ്ടോ. ഒരു സൈഡിൽ കോസ് വീലും ഉണ്ടാവും, ഒരു സൈഡിൽ ഫൈൻ വീലും ആയിട്ടാണ് സാധാരണ അറേഞ്ച് ചെയ്ത് വരാറ് കേട്ടോ. ഇനി അടുത്തത് ഓൺ വൺ സ്പിൻഡിൽ നമ്മൾ പറഞ്ഞതന്നെ, ഓൺ വൺ സ്പിൻഡിൽ എ കോസ് ഗ്രൈൻഡ് വീൽ അതിന്റെ അതറിൽ എന്ത് ചെയ്യും, ഒരു ഫൈൻ ഗ്രൈൻഡ് വീല് ഫിറ്റ് ചെയ്ത് വെക്കും. ഇനി വേർ വർക്കിംഗ് വീൽ ഗാർഡ്സ് ആർ പ്രൊവൈഡഡ്. വീൽ ഗാർഡ്സ് നമുക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും കണ്ടോ. ഇങ്ങനെ വീൽ ഗാർഡ്സ് ഉണ്ടോ, ഈ വീൽ ഗാർഡ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും കേട്ടോ. ചില നമ്മുടെ നാട്ടിൻപുറത്തെ ഇതിൽ നമ്മൾ കാണത്തില്ല. പക്ഷെ അതിന്റെ ആ തെറിച്ചു പോകുന്ന ചിപ്പ് എന്നല്ല അതിന് പറയാം, നമ്മുടെ ഗ്രൈൻഡ് കണ്ടില്ല, മൈന്യൂട്ട് പാർട്ടികൾ തീനാളങ്ങളെ പോലെ നമുക്ക് ഇങ്ങനെ തെറിക്കൂലേ. ഒരു 5 മിനിറ്റ് ഒക്കെ നമ്മൾ ഡ്രസ്സിലൊക്കെ കൊണ്ടുപോയി നമ്മുടെ ഡ്രസ്സൊക്കെ ഇവിടെ കത്താൻ തുടങ്ങും അല്ലേ. പിന്നെ കൂളന്റ് കണ്ടെയ്നർ ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഏതിലാ കൂളന്റ് കണ്ടെയ്നർ ഏതിലാ കൊടുത്തിട്ടുണ്ട്, പെഡസ്റ്റയിലാണ് കൊടുത്തിട്ടുള്ളത്. മറ്റേ ബെഞ്ച് ഗ്രൈൻഡറിലേക്ക് സാധാരണ കണ്ടുവരാറില്ല, കാരണം അതിനുള്ള സ്ഥലം അതിലില്ല. ഇനി അടുത്തത് അഡ്ജസ്റ്റബിൾ വർക്ക് റെസ്റ്റ് ആർ പ്രൊവൈഡഡ് ഫോർ ബോത്ത് വീൽസ് ടു സപ്പോർട്ട് ദി വർക്ക് വൈൽ ഗ്രൈൻഡിങ്. ഇത് രണ്ടോ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയുള്ള വർക്ക് സപ്പോർട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് വർക്ക് അല്ലെങ്കിൽ ടൂൾ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രൊട്ടക്ഷൻ വെച്ചിട്ട് ഐ ഷീൽഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഐ ഷീൽഡ് എന്തിനു വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ഐസ് ആണ്. ഇനി അടുത്തത് ഇവിടെ നിന്നാണ് നമുക്ക് PSCയുടെ ഇമ്പോർട്ടന്റ് ഏരിയ. ഗ്രൈൻഡിങ് വീൽസ് ആർ ബിക്കം ഇൻഎഫിഷ്യന്റ് ഡ്യൂ ടു 2 കാരണങ്ങളാണ്. എന്താണ്, ലോഡിങ്, ഗ്ലേസിങ്. അപ്പൊ ഗ്ലേസിങ് എന്ന് പറയുമ്പോൾ നല്ല കാര്യമാണ് നമുക്ക് വിചാരിക്കും. പക്ഷെ ഗ്ലേസിങ് എന്താണ്, ഗ്രൈൻഡിങ്ങിനെ അപേക്ഷിച്ചിട്ട് എന്താണ്, ഒരു മോശം കാര്യമാണ്. അപ്പൊ ലോഡിങ്ങും ഗ്ലേസിങ്ങും കാരണം നമ്മുടെ ഗ്രൈൻഡിങ് വീല് എഫിഷ്യൻസി കുറഞ്ഞു പോകും, അല്ലെങ്കിൽ ഇൻഎഫിഷ്യന്റ് ആയി മാറും. അതിൽ എന്താണ് ലോഡിങ് എന്നല്ലേ. ലോഡിങ് എന്ന് പറയുമ്പോൾ എന്തോ കൊണ്ട് ലോഡാക്കുക, അത്രയല്ലേ ഉള്ളൂ. അതായത് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആയിട്ടുള്ള അലുമിനിയം, കോപ്പർ, ലെഡ് ഒക്കെ നമ്മൾ ഗ്രൈൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ ചെറിയ ചെറിയ പാർട്ടുകൾ എന്ത് ചെയ്യും, ഈ നമ്മളെ ഗ്രൈൻഡിങ് വീലിലെ പല്ലിന്റെ ഇടയിൽ പോയിട്ട് ഒട്ടിപ്പിടിച്ചിരിക്കും. ഗെറ്റ് ക്ലോഗ്ഡ് ഇൻ ദി പോർസ് ഓഫ് ദി വീൽസ്. ദിസ് കണ്ടീഷൻ ഈസ് കാൾഡ് ലോഡിങ്. അപ്പൊ നിങ്ങൾക്ക് നല്ല ഗ്രൈൻഡിങ് വീൽ ഇവിടെ ഉണ്ടായി നമ്മൾ മരമൊക്കെ നമ്മൾ സാൻഡ് അടിക്കണില്ലേ, ആ മരം സാൻഡ് അടിച്ച് കഴിയുമ്പോൾ അവർ ആ ബ്ലേഡ് ഒന്ന് ഊരിട്ട് 2 കൊട്ടുന്നുണ്ട് നിങ്ങൾ. അത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മരത്തിന്റെ പാർട്ടുകൾ ഈ ഗ്രൈൻഡിങ് വീലിന്റെ അവിടെ പോയിട്ട് എന്ത് ചെയ്യും, ഒട്ടിപ്പിടിച്ചിരിക്കും. അതേ മെത്തേഡ് തന്നെയാണ് ഈ ഗ്രൈൻഡിങ്ങിലും വരുന്നത്. ഇവിടെ സോഫ്റ്റ് മെറ്റൽസ് ആണ്, അലുമിനിയം, കോപ്പർ, ബ്രോൺസ്, ലെഡ് അങ്ങനത്തെ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഇതിന്റെ ഇടയിൽ പോയിട്ട് എന്ത് ചെയ്യും, ക്ലോഗ് ചെയ്ത് വെക്കും. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അതിനെ റിമൂവ് ചെയ്യണം അല്ലെ. ആ ജസ്റ്റ് ഒട്ടി പിടിച്ചതിന് എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. എന്നാലേ പഴയ ക്വസ്റ്റ്യനിലേക്ക് വരുള്ളൂ. ഇനി എന്താ ഗ്ലേസിങ്ങിന്റെ പ്രശ്നം എന്താ, ഗ്ലേസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉപയോഗം മൂലം അത് തേഞ്ഞു പോകുന്നതാണ്. ഈ ഗ്രൈൻഡിങ് വീൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സെന്ററിന്റെ മുകളിൽ ഒരു അബ്രാസീവ് ഷീറ്റുകൾ ഇങ്ങനെ പശ തേച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. അപ്പൊ ഒരു ഷീറ്റ് തേഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, തൊട്ടടുത്ത പിന്നിൽ എന്ത് ചെയ്യുന്ന മറ്റേ ഷീറ്റ് ഉണ്ടാവും അല്ലെ. അപ്പോൾ ഗ്ലേസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ when a surface of the wheel develop a smooth and shining appearance it is said to be glazed. അതായത് തേഞ്ഞു പോയി കഴിഞ്ഞു കേട്ടോ. This indicate that the wheel is blunt. The abrasive grains are not sharp അല്ല, ഷാർപ്നെസ് എല്ലാം പോയി തേഞ്ഞു പോയി കഴിഞ്ഞു. when such grinding wheels are used, അങ്ങനെ നമ്മൾ തേഞ്ഞു പോയ സാധനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എന്തില്ല, നമുക്ക് ഗ്രൈൻഡ് ആകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, നല്ലോണം അമർത്തി പിടിക്കണം അല്ലെ. മടകളൊക്കെ നമ്മൾ മുറിച്ചോടും, അല്ലെങ്കിൽ ടൂൾസ് നമ്മൾ മുറിച്ചോടുമ്പോൾ നല്ലോണം എന്ത് ചെയ്യണം, അമർത്തി പിടിക്കേണ്ടി വരും. അതായത് നമുക്ക് എക്സ്ട്രാ പ്രഷർ നമ്മൾ കൊടുക്കേണ്ടി വരും. പിന്നെ ഒരുപാട് ടൈം എടുക്കും. നല്ല ഷാർപ്നെസ്സും ബ്ലൻഡും ആയിട്ടുള്ള വീല് തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ഒന്ന് നല്ല ടൈം എടുക്കും, ഒന്ന് പക്കാ ഡീസൻ്റ് ആയിട്ട് പെട്ടെന്ന് കഴിയും. ഇനി എക്സസീവ് പ്രഷർ ഓൺ ദി ഗ്രൈൻഡിങ് വീൽ വിൽ ലീഡ് ടു ദി ഫെയിലിയർ ഓഫ് ദി വീൽ.
എക്സസ് ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടൊരു സാധനമല്ലേ, നമ്മളതിൽ പ്രഷർ അങ്ങോട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, അതിന്റെ ഫെയിലിയറിന് കാരണമാവും. ഇനി എക്സസീവ് ഹീറ്റിംഗ് ഓഫ് ദി വീൽ, ഈ പ്രഷർ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും, ഹീറ്റിങ്ങിന് കാരണമാവും. വീക്കനിങ് ഓഫ് ബോണ്ടിങ് ഓഫ് ദി വീൽ ആൻഡ് ബേഴ്സ്റ്റിംഗ് ഓഫ് ദി വീൽ, നല്ലോണം അങ്ങോട്ട് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഇങ്ങോട്ട് കറങ്ങുകയാണ്, അങ്ങോട്ട് അമർത്തി പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഈ വീലുകൾ തമ്മിൽ എന്ത് ചെയ്യും, ബേസ്റ്റ് ആവും, പൊട്ടിത്തെറിക്കാനുള്ള കാരണമൊക്കെ ആവും. അപ്പൊ എന്ത് ചെയ്താൽ മതി, ഇങ്ങനെ ഗ്ലേസിംഗ് ആവണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ആ തേഞ്ഞു പോയ ആ വീലിന്റെ ആ ചെറിയൊരു ഷീറ്റ് ഉണ്ടല്ലോ, അത് ഒഴിവാക്കിയ പോലെ. അപ്പൊ അതിന് വേണ്ടിയുള്ള 2 പ്രോസസ്സാണ് ലോഡിങ്, ഗ്ലേസിംഗ്. ഇങ്ങനെ 2 പ്രശ്നം വരുമ്പോൾ അതിനെ മറികടക്കാനുള്ള സൊല്യൂഷൻസ് ആണ് എന്ത്, ഡ്രസ്സിങ്ങും ട്രൂയിങ്ങും. അപ്പൊ ഫസ്റ്റ് എന്താണ് ഡ്രസ്സിങ്, എവിടെയാണ് ഉപയോഗിക്കുക നമുക്ക് നോക്കി നോക്കാം. അതിൽ ഡ്രസ്സിങ്, ദി പർപ്പസ് ഓഫ് ഡ്രസ്സിങ് ഈസ് ടു റിസ്റ്റോർ ദി കറക്റ്റ് കട്ടിംഗ് ആക്ഷൻ ഓഫ് ദി വീൽ. അല്ലെ, കറക്റ്റ് കട്ടിംഗ് ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡ്രസ്സിങ്. ഡ്രസ്സിങ് പറഞ്ഞാൽ ഡ്രസ്സ് ഇട്ട് കൊടുക്കുകയല്ല. ഡ്രസ്സിങ് റിമൂവ്സ് ദി ക്ലോഗ്സ് ഓൺ ദി സർഫസ് ഓഫ് ദി വീൽ ആൻഡ് ബ്ലൻഡ് ഗ്രെയിൻസ് ഓഫ് ദി അബ്രാസീവ്. എന്ത് ചെയ്യും, നമ്മൾ ആ പൊട്ടിപ്പിടിച്ച ക്ലോഗ്സ് ഒക്കെ റിമൂവ് ചെയ്യും. അതുപോലെ തന്നെ ബ്ലൻഡ് ഗ്രെയിൻസ്, തേഞ്ഞു പോയ ഗ്രെയിൻസിനെ എന്ത് ചെയ്യാം, നമുക്ക് ഈ ഡ്രസ്സിങ്ങിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. അപ്പൊ ഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡ്രസ്സിങ് ആണ് കേട്ടോ. അതായത് ഡ്രസ്സ് ആ ബ്ലൻഡ് ഷാർപ്പൺ അല്ലാത്ത ബ്ലെൻഡ് ആയിട്ടുള്ള ആ ഗ്രെയിൻസിനെ ഒഴിവാക്കുന്നതാണ് ഡ്രസ്സിങ്. എക്സ്പോസിംഗ് ദി ന്യൂ ഷാർപ്പ് അബ്രാസീവ് ഗ്രെയിൻസ് ഓഫ് ദി വീൽ വിച്ച് ക്യാൻ ബി കട്ട് ആൻഡ് ബോട്ട് ഷേപ്പ് എഫിഷ്യൻ്റ്ലി. ഇനി എന്താണ് ട്രൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രൂയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the shaping of the wheel to make it run concentric with the axis. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രൂയിങ് എന്ന പേരിൽ തന്നെ ഉണ്ടല്ലേ, അതൊരു നമ്മൾ ബാലൻസിങ് എന്നൊക്കെ പറയില്ലേ, അതിന്റെ വേറൊരു, അങ്ങനെ നമുക്കൊന്നും എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു ആസ്പെക്റ്റിൽ എടുക്കാം ട്രൂയിങ് എന്ന് പറയുമ്പോൾ. കാരണം ഇത് ഹൈ സ്പീഡിൽ കറങ്ങിയല്ലേ, അപ്പൊ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഗ്രൈൻഡിങ് വീലിന്റെ ഒരുപാട് വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം ട്രൂയിങ്ങിന്റെ ഇമ്പോർട്ടൻസ്. ഗ്രൈൻഡിങ് വീല് അല്ലെങ്കിൽ ഗ്രൈൻഡേഴ്സ് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാം. when a new grinding wheel is mounted, നമ്മൾ ഈ പടസ്റ്റിൽ അല്ലെങ്കിൽ ബെഞ്ച് ഗ്രൈൻഡറിൽ പുതിയ ഗ്രൈൻഡിങ് വീല് നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ അത് ബാലൻസ്ഡ് ആണോ അല്ലെങ്കിൽ ട്രൂഡ് ആണോ, ബാലൻസിങ് എന്ന് പറഞ്ഞ വാക്കല്ല ഉപയോഗിക്കുക, ട്രൂഡ് ആണോ എന്ന് നമ്മൾ നോക്കണം. ദി കട്ടിംഗ് സർഫേസ് ഓഫ് എ ന്യൂ വീൽ മേ ബി റൺസ് ഔട്ട് സ്ലൈറ്റ്ലി ഡ്യൂ ടു ദി ക്ലിയറൻസ് ബിറ്റ്വീൻ ദി ബോസ് ആൻഡ് ദി മെഷീൻ സ്പിൻഡിൽ. ഇതിന്റെ ഉള്ളിലുള്ള സെൻട്രൽ ബോറും അതുപോലെ തന്നെ മെഷീന്റെ ആക്സിൽ അല്ലെങ്കിൽ ആക്സിസ് അല്ലെങ്കിൽ സ്പിൻഡിൽ ഇത് തമ്മിൽ ചെറിയ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഇത് കിടന്ന് ആടി കളിക്കുകയൊക്കെ ചെയ്യും അല്ലേ. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ബാലൻസ് ഇംബാലൻസ് മൂലമാണ് വരിക. അപ്പോൾ ഗ്രൈൻഡിങ് വീൽ വിച്ച് ആർ ഇൻ യൂസ് ക്യാൻ ആൾസോ റൺ ഔട്ട് ഓഫ് ട്രൂ ഡ്യൂ ടു ഈവൻ ലോഡിങ് ഗ്രൈൻഡിങ്. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു സൈഡിൽ എന്ത് ചെയ്തു, ഈ ഒരു സൈഡിലാണ് നമ്മൾ എന്ത് ചെയ്യണം, എപ്പോഴും നമ്മൾ ഗ്രൈൻഡ് ചെയ്യാൻ വേണ്ടി പിടിപ്പിക്കുക. അപ്പൊ ഈ സൈഡിൽ എന്ത് ചെയ്യും, ഒരുപാട് തേഞ്ഞു പോകും, അല്ലെങ്കിൽ ഇവിടെ എന്ത് ചെയ്യും, ഒരുപാട് സാധനങ്ങൾ സോഫ്റ്റ് മെറ്റൽസ് ഒന്ന് എന്ത് ചെയ്യും, ക്ലോഗ് ചെയ്യും. അപ്പൊ ഇവിടുത്തെ വെയിറ്റ് ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അങ്ങനെ പുതിയ വീല് മാത്രമല്ല പഴയ വീല് നമുക്ക് എന്ത് ചെയ്യാം, അൺബാലൻസിങ് ആവാം. ഓക്കെ ആണോ? ഇനി ഡ്രസ്സിങ് ആൻഡ് ട്രൂയിങ് ആർ ഡൺ അറ്റ് ദി സെയിം ടൈം. രണ്ടും നമുക്ക് എന്ത് ചെയ്യാം, ഒരു ടൈമിൽ ചെയ്യാം കേട്ടോ. ഇനി ഈ ഡ്രസ്സേഴ്സ് ഇത് കണ്ടോ, സ്റ്റാർ ഷേപ്പ് ഡ്രസ്സേഴ്സ് ഉണ്ട്, ഡയമണ്ട് ഷേപ്പ് ഡ്രസ്സേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ ഗ്രൈൻഡിങ് വീലിൽ ഡ്രസ്സിങ്ങും ട്രൂയിങ്ങും ചെയ്യുന്നത് ആ ടൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡ്രസ്സേഴ്സ്. അതിൽ ഫസ്റ്റ് പറഞ്ഞാണ് സ്റ്റാർ വീൽ ഡ്രസ്സസ്. എന്താണ് സ്റ്റാർ വീൽ ഡ്രസ്സർ? അതിന്റെ വേറൊരു പേരാണ് ഹണ്ടിങ്ടൺ ടൈപ്പ് വീൽ ഡ്രസ്സർ. ഈ പേര് നിങ്ങൾ പഠിക്കേണ്ട, വേറൊരു ടൈപ്പ് മാത്രമുള്ളൂ, എന്ത് ഡയമണ്ട് മാത്രമുള്ളൂ, അതിന് വേറെ സെപ്പറേറ്റ് വേറെ ഒന്നുമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യാം, ഡയമണ്ട് ഡ്രസ്സർ നിങ്ങൾ പഠിച്ചു വെക്കുക, അതുപോലെ തന്നെ വീൽ ഡ്രസ്സർ നിങ്ങൾ സ്റ്റാർ വീൽ ഡ്രസ്സർ എന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഇതാണ് ഡയമണ്ട് ഡ്രസ്സർ, ഇതാണ് സ്റ്റാർ വീൽ ഡ്രസ്സർ. ഇനി സ്റ്റാർ വീൽ ഡ്രസ്സർ കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ഹാർഡൻഡ് സ്റ്റാർ ഷേപ്ഡ് വീൽ. കണ്ടോ, ചെറുപ്പത്തിൽ കണ്ടില്ല നിങ്ങൾ, മൗണ്ടഡ് ഓൺ ഒരു സ്പിൻഡിൽ. കണ്ടോ, ഈ ഒരു സ്പിൻഡിൽ സ്റ്റാർ ഷേപ്ഡ്, സ്റ്റാറിൽ ഒരുപാട് സ്റ്റാറിന്റെ പോലെ ഉണ്ടാവും, അത് എന്ത് ചെയ്യും, അറ്റത്ത് ഒരു ഹാൻഡിലും ഉണ്ടാവും. ഈ ഹാൻഡിലാണ് നമ്മൾ പിടിക്കുക. ഇതാണ് നമ്മൾ എന്ത് ചെയ്യുക, ഗ്രൈൻഡിങ് വീലിന്റെ അനുകൂലമായിട്ട് വെക്കുക. ഇനി വൈൽ ഡ്രസ്സിംഗ് ദി സ്റ്റാർ വീൽ ഈസ് പ്രസ്ഡ് അഗൈൻസ്റ്റ് ദി ഫേസ് ഓഫ് ദി റിവോൾവിംഗ് ഗ്രൈൻഡിങ് വീൽ. ദി സ്റ്റാർ വീൽ റിവോൾവ് ആൻഡ് ഡിഗ്. എന്ത് ചെയ്യും, ഇയാൾ പോയിട്ട് എന്ത് ചെയ്യും, ആ ഗ്രൈൻഡിങ് വീലിന്മേ ഡിഗ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും, ഇയാൾ ആ ലോഡിങ്ങിനെയും ആ ഡൾ ഗ്രൈനൊക്കെ എന്ത് ചെയ്യും, ഇയാൾ റിമൂവ് ചെയ്യും അല്ലെങ്കിൽ റിലീസ് ചെയ്യും. അങ്ങനെ ആ ഡൾ ഗ്രൈനെ റിമൂവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, സ്വാഭാവികമായിട്ടും പുതിയ ഷാർപ്പ് ഗ്രൈൻസ് എന്ത് ചെയ്യും, നമുക്ക് വിസിബിൾ ആവും. Star wheels are useful for pedestal grinders in which precision finish is not expected. ഇത് വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആട്ടോ. ഈ ഒരു പോയിന്റ് പെഡസ്റ്റൽ ഗ്രൈൻഡിലാണ് നമ്മൾ സ്റ്റാർ വീൽ ഉപയോഗിക്കുക. എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ വല്ലാണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ മടളൊക്കെ ലൂട്ടാവും അല്ലെങ്കിൽ ചെറുതിൽ, അപ്പോൾ ക്വസ്റ്റ്യൻ വല്ലാണ്ട് ആവശ്യമില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ എക്സ്പെക്ട് ചെയ്യാത്തതുകൊണ്ട്. സ്റ്റാർ വീൽ ഡ്രസ്സസ് ഷുഡ് ബി യൂസ്ഡ് ഓൺലി ഓൺ വീൽസ് വിച്ച് ആർ ലാർജ് ഇനഫ് ടു ടേക്ക് ദി ലോഡ്. എന്ത് ചെയ്യണം, നമ്മൾ ചെറിയ വീലൊന്നും, ചെറിയ ഡയമണ്ടിലുള്ള വീലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. അത്യാവശ്യം നല്ല ഡീസന്റ് ആയിട്ടുള്ള ലോഡ് എടുക്കാൻ കഴിയുന്ന വീലുകളിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഈ സ്റ്റാർ വീൽ ഡ്രസ്സർ ഉപയോഗിക്കുള്ളൂ. അല്ലെങ്കിൽ എന്ത് ചെയ്യും, അത് ബേസ്റ്റ് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ഡയമണ്ട് ഡ്രസ്സേഴ്സ്.
Bench type offhand grinders used for sharpening cutting tools are usually fitted with small and delicate rudder wheel. അല്ലെ, ചെറിയ വീലൊക്കെ നമ്മൾ ഉപയോഗിക്കും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സ്റ്റാർ വീൽ ഡ്രസ്സർ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. ചെറിയ ഗ്രൈൻഡ് വീൽ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ ഒരുപാടുണ്ട്. നമ്മൾ ടൂൾസ് ഒക്കെ അല്ലെങ്കിൽ കട്ടിംഗ് ടൂളൊക്കെ ഷാർപ്പൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മൾ സ്റ്റാർ വീൽ ഡ്രസ്സർ ഉപയോഗിക്കാൻ പറ്റില്ല. അപ്പൊ അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഡയമണ്ട് ഡ്രസ്സർ. These wheels are dressed and prodded with diamond dressers. Diamond dressers consist of a small diamond. കണ്ടോ, ഈ ഡയമണ്ട് ഉണ്ടോ, ഡയമണ്ട് ടിപ്പ് ഉണ്ടാവും ഓൺ ദി ഹോൾഡർ വിച്ച് ക്യാൻ ബി ഹെൽഡ് റിജിഡ്ലി ഓൺ ദി വർക്ക് പീസ്. ഈ ഭാഗം നമ്മൾ എന്ത് ചെയ്യും, ഈ കണ്ടോ ഈ ഒരു ടിപ്പുള്ള ഭാഗം എന്ത് ചെയ്യും, നമ്മൾ ആ ഗ്രൈൻഡറിന്റെ സപ്പോർട്ടിൽ വെക്കും. ഇനി എങ്ങനെയാണ് ഇത് വെക്കുക കേട്ടോ, ഇതാണ്ടല്ലേ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം ഇവിടെ നമ്മൾ ഈ ടൂൾ ഫസ്റ്റിൽ വെക്കും. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിനെ ഓപ്പോസിറ്റ് ആയിട്ട് കൊടുക്കും. ഇനി അബ്ബാസ് സ്റ്റിക്ക് കേട്ടോ, അതും കൂടി ജസ്റ്റ് ഒന്ന് നോക്കി വെക്കുക. ഇത് ഈ രണ്ട് പേരും കൂടി നോക്കി കേട്ടോ. ഫോർ റഫിംഗ് ദി ഡ്രസ്സർ ഈസ് മൂവ്ഡ് ഫാസ്റ്റർ, ഫോർ ഫിനിഷ് ദി ഡ്രസ്സർ ഈസ് മൂവ്ഡ് സ്ലോലി. ഓക്കെ ആണ്. ഇനി വെൻ ഓൺലി ലൈറ്റ് ഡ്രസ്സിംഗ് ഈസ് റിക്വയർഡ് എന്ത് ചെയ്യാം, നമുക്ക് അബ്ബാസ് സ്റ്റിക്കും നമുക്ക് എന്ത് ചെയ്യാം ഉപയോഗിക്കാം. നോക്കണം, ചെറിയത് മാത്രം കേട്ടോ. അതിന് സേഫ്റ്റി കാരമെന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് വായിച്ചു കൊടുക്കുക. ഇനി അടുത്തത് എന്താ, മാർക്കിംഗ് മീഡിയ. മാർക്കിംഗ് മീഡിയ എന്ത് ചെയ്യാം, നമ്മൾ എന്തെങ്കിലും മാർക്കിംഗ് ഓഫിനോ ലേഔട്ടിനൊക്കെ വേണ്ടി നമ്മൾ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, എന്തായാലും ഒരു മാർക്കിംഗ് മീഡിയം കാണണം അല്ലേ, അല്ലെങ്കിൽ വിസിബിൾ ആവാൻ വേണ്ടിയിട്ട് ഒരു മാർക്കിംഗ് മീഡിയം ബയർ മെറ്റലില് നമ്മൾ ഇപ്പൊ അലുമിനിയത്തിന്റെ ഒരു ബാർ ഉണ്ട് എഴുതിക്കോ, അതിൽ നമ്മളിപ്പോ ഒരു മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈന് മാർക്ക് ചെയ്യുമ്പോൾ അതേ കളറാണ് വരിക. അപ്പൊ നമുക്ക് രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, അത് തപ്പി നടക്കേണ്ടി വരും. നമ്മൾ എവിടെയാണ് മാർക്ക് ചെയ്തത് അത് തപ്പി നടക്കേണ്ടി വരും. നമ്മൾ വൈറ്റ് ഇൻസുലേഷൻ ടാപ്പ് ഇല്ലേ, അത് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ അതിന്റെ പൊട്ടിച്ച അറ്റ എവിടെ നമ്മൾ പിന്നെ രണ്ടാമത് എടുക്കുമ്പോൾ ഒരുപാട് 5 മിനിറ്റോടെ നമ്മൾ തിരഞ്ഞു നോക്കൂലേ, അതേപോലെയാണ് മാർക്കിംഗ് മീഡിയയുടെ ഇമ്പോർട്ടൻസ്. അത് നമ്മൾ മാർക്ക് ചെയ്ത ഭാഗം ക്ലിയർ ആൻഡ് വിസിബിൾ ആയിട്ട് നമുക്ക് കാണുന്നുണ്ടെങ്കിൽ അവിടെ ഒരു മീഡിയ നമ്മൾ നോക്കണം. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് വൈറ്റ് വാഷ്, കോപ്പർ സൾഫേറ്റ്, കോപ്പർ സൾഫേറ്റ്, സെല്ലുലർ ലാക്കർ, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ. ഇതിൽ പി എസ് സിയുടെ ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബേസ്ഡ് ഉണ്ട്. വൈറ്റ് വാഷിൽ വരുന്ന ചോദ്യങ്ങളാണ് ചോദിക്കുന്നത് കേട്ടോ. വൈറ്റ് വാഷ് ഈസ് അപ്ലൈഡ് ടു റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് വിത്ത് ഓക്സൈഡ് സർഫസ്. കാരണം വൈറ്റ് വാഷ് എന്താ നമുക്കറിയാലേ, അത് നമ്മൾ ഈ തുരുമ്പ് പിടിച്ച ഭാഗങ്ങളിലൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുക, മെയിൻ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ നോട്ട് റെക്കമെൻഡ് ഫോർ വർക്ക് പീസ് ഫോർ ഹൈ അക്യുറസി. കാരണം ഹൈ അക്യുറസി നല്ല പോളിഷ് ചെയ്തപ്പോൾ ഒരു അലുമിനിയം എഴുതിക്കോ, അതിൽ വൈറ്റ് വാഷ് ഒട്ടിച്ചാൽ ഒന്നാമത് അവിടെ നിൽക്കത്തില്ല, പിന്നെ അത് നിൽക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് നമ്മൾ മെയിൻ ആയിട്ട് വൈറ്റ് വാഷ് ഉപയോഗിക്കുന്നത്. പിന്നെ വൈറ്റ് വാഷ് നമുക്ക് എങ്ങനെയൊക്കെ മിക്സ് ചെയ്യാം നമുക്കറിയാം. ചോക്ക് വാട്ടർ എന്ത് ചെയ്യാം, വെള്ളത്തിൽ കലക്കി എന്ത് ചെയ്യും, നമ്മൾ പെയിന്റ് അടിക്കാനൊക്കെ പണ്ട് ഉപയോഗിച്ചിരുന്നത് അല്ലെ, അതുപോലെ തന്നെ മീതലൈറ്റഡ് സ്പിരിറ്റിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ചോക്ക് പൗഡർ മിക്സ് ചെയ്യാം. ഇനി എന്ത് ചെയ്യാം, വൈറ്റ് ലെഡ് പൗഡർ എന്ത് ചെയ്യാം, നമുക്ക് ടർപ്പന്റൈൽ മിക്സ് ചെയ്യാം. പിന്നെ ഈ രണ്ട് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കുക കേട്ടോ. വൈറ്റ് വാഷ് ഈസ് അപ്ലൈ ടു ദ റഫ് ഫോർജിങ് ആൻഡ് കാസ്റ്റിംഗ് ആൻഡ് ഓക്സൈഡ് സർഫസ്. അതുപോലെ നോട്ട് റെക്കമെൻഡ് ഇൻ വർക്ക് പീസ് ഫോർ ഹൈ അക്യുറസി. ഇനി അടുത്തത് മാർക്കിംഗ് ബ്ലൂ. മാർക്കിംഗ് ബ്ലൂവില് അതെന്ന് പറഞ്ഞാൽ ഒരു കെമിക്കൽ ആയിട്ടുള്ള ഒരു കളറാണ്. അതായത് അതിന്റെ കളർ ആ മാർക്കിംഗ് ബ്ലൂ എന്നുള്ള പേരിൽ തന്നെ ഉണ്ട്. എന്താണ്, ഒരു ബ്ലൂ ബേസ്ഡ് ആയിരിക്കും അതിൽ കളർ. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കളർ എന്ത് ചെയ്യും, നമ്മൾ സ്പിരിറ്റിൽ നമ്മൾ എന്ത് ചെയ്യും, മുക്കി വെക്കും. ഇനി പി എസ് സി കണ്ടിട്ടുള്ളത് ഈ ഒരു ഭാഗം മാത്രം പഠിച്ചു വെക്കുക. വിച്ച് ആർ റീസണബിളി മെഷീൻഡ് സർഫസ്. നമ്മൾ എന്ത് ചെയ്യും, അത്യാവശ്യം കുഴപ്പമില്ലാത്ത മെഷീൻ്റെ സർഫസിൽ നമ്മൾ എന്ത് ചെയ്യും, മാർക്കിംഗ് ബ്ലൂ ഉപയോഗിക്കും. ഇനി പ്രഷ്യൻ ബ്ലൂ, ഇവിടുന്ന് പി എസ് സി ചോദിക്കുന്നത് ഏതാ കണ്ടോ, യൂസ്ഡ് ഓൺ ഫയർഡ് അല്ലെങ്കിൽ മെഷീൻ ഫിനിഷ്ഡ് സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ പ്രഷ്യൻ ബ്ലൂ ഉപയോഗിക്കും കേട്ടോ. അതുപോലെ തന്നെ ദിസ് വെരി ക്ലിയർ ലൈൻസ് ബട്ട് ടേക്ക് മോർ ടൈം ഫോർ ഡ്രൈയിങ് ദാൻ അതർ മാർക്കിംഗ് മീഡിയ. പി എസ് സി റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള രണ്ട് കാര്യങ്ങളാണിത്. വെരി ക്ലിയർ ലൈന് ആര് തരും, പ്രഷ്യൻ ബ്ലൂ തരും. പക്ഷേ മറ്റുള്ള മീഡിയസിനെക്കാട്ടിലും എന്ത് ചെയ്യും, ഉണങ്ങാൻ ഒരുപാട് ടൈം എടുക്കും. അത് നമുക്ക് ഒരു തരത്തിൽ എന്താണ് ദോഷമാണ്. അപ്പോൾ ആ ഒരു പോയിന്റാണ് പി എസ് സി ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഇനി അടുത്തത് കോപ്പർ സൾഫേറ്റഡ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്ന് പി എസ് സി ചോദിച്ചിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിഷമായിട്ടുള്ള പോയ്സണസ്, ഇതെവിടെ കിടക്കണ്ടേ, പോയ്സണസ് ആ ഒരു ഭാഗമായിട്ട് നമുക്ക് നോക്കിക്കാം. സൊല്യൂഷൻ ഈ പ്രിപ്പയർഡ് ബൈ മിക്സിംഗ് കോപ്പർ സൾഫേറ്റ് വിത്ത് വാട്ടർ ആൻഡ് ഫ്യൂ ഡ്രോപ്സ് ഓഫ് നൈട്രിക് ആസിഡ്. അത് രണ്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങനെ ചെയ്യാം. ഇനി എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ കോപ്പർ സൾഫേറ്റ് സ്റ്റിക്ക് ടു ദി ഫിനിഷിംഗ് സർഫസ് വെരി വെൽ. ഇത് നമ്മൾ ഫിനിഷ് ചെയ്ത വർക്ക് സർഫസിൽ എന്ത് ചെയ്യും, ഇയാൾ പറ്റ പോയിട്ട് ഒട്ടി പിടിച്ചിരിക്കും. അപ്പൊ നമുക്ക് നല്ല ഗുണമാണ്. ഇനി ടു ബി ഹാൻഡിൽഡ് കെയർഫുള്ളി ആസ് ഇറ്റ് ഈസ് പോയ്സണസ്. പി എസ് സി ചോദിച്ചുള്ളത് ഈ ഒരു വാക്ക് മാത്രമാണ്. പോയ്സണസ് ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ഏതാണെന്ന് ചോദിക്കും. ഇനി സെല്ലുലർ ലാക്കർ, ഇതെന്താ കൊമേഴ്ഷ്യലി അവൈലബിൾ ആയിട്ടുള്ള മാർക്കിംഗ് മീഡിയ ആണ്. ഡിഫറെന്റ് കളേഴ്സിൽ എന്ത് ചെയ്യും,
അവൈലബിൾ ആണ് ആൻഡ് ഡ്രൈസ് വെരി ക്വിക്ക്ലി. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സെല്ലുലോസ് ലാക്കർ എന്നാണ് അതിന്റെ പേര്. ഇനി സർഫസ് പ്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവ മാർക്കിംഗ് മീഡിയയിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എന്താ വൈറ്റ് വാഷ് എവിടെ ഉപയോഗിക്കാം? റഫ് ഫോർത്തിങ്ങിൽ ആൻഡ് കാസ്റ്റിംഗിൽ ഉപയോഗിക്കും. അതുപോലെ തന്നെ ഓക്സൈസിൽ സർഫസിൽ ഉപയോഗിക്കും. പിന്നെ ഹൈ ഫിനിഷ് ആയിട്ടുള്ള സർഫസിൽ നമ്മൾ എന്തില്ല റെക്കമെൻഡ് ചെയ്യില്ല. ഉണ്ടാക്കാനുള്ള 3 വഴികൾ: ചോക്ക് പൗഡർ വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക, ചോക്ക് പൗഡറും സ്പിരിറ്റുമായിട്ട് മിക്സ് ചെയ്യുക, വൈറ്റ് ലെഡ് പൗഡറും ടെർപെന്റൈനുമായിട്ട് മിക്സ് ചെയ്യുക. ഇനി അടുത്ത എന്താ രണ്ടാമത് പഠിച്ചത് നമ്മൾ മാർക്കിംഗ് ബ്ലൂ ആണ്. അതെന്താ ഒരു കെമിക്കൽ ഡൈ ആണ്. അതൊരു ബ്ലൂ കളറും സ്പിരിറ്റ് മിക്സ് ചെയ്താൽ അല്ലെങ്കിൽ മിഥൈലായിട്ടുള്ള സ്പിരിറ്റ് മിക്സ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും? മാർക്കിംഗ് ബ്ലൂ എന്ന് പറഞ്ഞാൽ ആ മാർക്കിംഗ് മീഡിയ കിട്ടും. അതുപോലെ തന്നെ എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ റീസണബിളി മെഷീൻഡ് സർഫസിലാണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി മൂന്നാമത് നമ്മൾ പഠിച്ചത് പ്രഷ്യൻ ബ്ലൂ ആണ്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ ചോദിച്ചാൽ ടേക്ക് മോർ ടൈം ദാൻ അതർ മാർക്കിംഗ് മീഡിയ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി എവിടെ ഉപയോഗിക്കുക? ഫയൽ ചെയ്ത അല്ലെങ്കിൽ മെഷീൻ ഫിനിഷ് ആയിട്ടുള്ള സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കാം. ഇനി അടുത്ത ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഗിവ്സ് വെരി ക്ലിയർ ലൈൻ എന്ന് പറഞ്ഞാൽ ഏതാ? പ്രഷ്യൻ ബ്ലൂ കേട്ടോ. ഇനി അടുത്ത എന്താ? കോപ്പർ സൾഫേറ്റ്. ഇവിടെ മെയിൻ ആയിട്ട് എന്താ ചോദിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ പോയ്സണസ് എന്നുള്ള കാര്യം ചോദിക്കുക. ഇനി വേറൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ മെഷീൻ ഫിനിഷ് ആയിട്ടുള്ള സർഫസിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഉപയോഗിക്കുക. പിന്നെന്താ? പിന്നെ ആ സർഫസിന് നല്ല ഒട്ടിപ്പൊളിച്ചിരിക്കും. ഇനി അടുത്തത് സെല്ലുലോസ് ലാക്കർ എന്താ? കൊമേഴ്ഷ്യലി അവൈലബിൾ ആണ്, ഡിഫറെന്റ് കളേഴ്സിൽ കിട്ടും, പിന്നെ ഡ്രൈസ് വെരി ക്വിക്ക്ലി. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? മാർക്കിംഗ് മീഡിയയിൽ പഠിച്ചത്. ഇനി അടുത്ത ടോപ്പിക് സർഫസ് പ്ലേറ്റ് ആണ്. സർഫസ് പ്ലേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും വെച്ച് മാർക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ ഡാറ്റ മാർക്ക് ചെയ്യണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ നമുക്ക് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിട്ടുള്ള മിസ് അലൈൻമെന്റ് ഒന്നും ഇല്ലാത്ത ഒരു സർഫസ് ആണ് അല്ലേ? അതിന് നമ്മൾ വിളിക്കും സർഫസ് പ്ലേറ്റ് എന്ന് വിളിക്കും കേട്ടോ. അതിൽ 2-3 ഐറ്റം ഉണ്ട്. 2 ഐറ്റം മെയിൻ ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ സർഫസ് പ്ലേറ്റിന്റെ ആവശ്യകത എന്തിനു വേണ്ടിയിട്ടാണ്? ടു ബി മാർക്ക്ഡ് ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഹാവ് എ ഡാറ്റ ലൈൻ വിത്ത് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് സർഫസ് പറഞ്ഞ തന്നെയാണ്. ഇനി എങ്ങാനും പെർഫെക്റ്റ് ഫ്ലാറ്റ് അല്ലെങ്കിൽ അവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ഇനി മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PSC ചോദിച്ചിട്ടുള്ളത് ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയണിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? സർഫസ് പ്ലേറ്റ് ഉണ്ടാക്കാം. ആ കാസ്റ്റ് ആണ് എന്തായിരിക്കണം? സ്ട്രെസ് റിലീവ്ഡ് ആയിരിക്കണം. എന്തിനു വേണ്ടിയിട്ട് അതിന്റെ സ്ട്രെസ് ഒക്കെ നമ്മൾ റിലീവ് ചെയ്യുന്നത്? ടു പ്രിവെന്റ് ഡിസ്ട്രോഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസ്ട്രോഷൻ തടയാൻ വേണ്ടിയിട്ട് സ്ട്രെസ് റിലീവ് ചെയ്തിട്ടുള്ള ഗുഡ് ക്വാളിറ്റി കാസ്റ്റ് അയൺ ആണ് നമ്മൾ സർഫസ് പ്ലേറ്റ് ഉപയോഗിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫസ്റ്റ് മെറ്റീരിയൽ. രണ്ടാമത്തെ മെറ്റീരിയൽ നമുക്ക് എന്ത് ചെയ്യാം? ഗ്രാനൈറ്റ്സ് ആൾസോ യൂസ്ഡ് ഫോർ മാനുഫാക്ചറിങ് സർഫസ് പ്ലേറ്റ്. ഗ്രാനൈറ്റ് ആണ് ഇപ്പോൾ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. കാരണം എന്താ? അത് നമുക്ക് അവിടെ എത്തുമ്പോൾ നോക്കാം. ഇനി അത് സ്ക്രാച്ച് ചെയ്താലും സ്ക്രാച്ച് അവിടെ വല്ലാണ്ട് കാണൂല. പിന്നെ നല്ല ഡെൻസ് സ്റ്റേബിൾ മെറ്റീരിയൽ ആണ്, നല്ല അക്യൂറസി ഉണ്ടാവും. അതൊക്കെ കേട്ടോ നമ്മൾ ഗ്രാനൈറ്റ് ഉപയോഗിക്കാനുള്ള കാര്യങ്ങൾ. ഇനി എന്തുകൊണ്ടാണ് ഈ കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റിൽ ഇങ്ങനെ കാലുകൾ ഹെവിലി റിബ്ഡ് അണ്ടർ സൈസ് അടിഭാഗത്ത് എന്തിനാ അങ്ങനെ കൊടുത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ അതിന്റെ ഷേപ്പ് അല്ലെങ്കിൽ അതിന്റെ ആ സ്ട്രക്ചർ അല്ലെങ്കിൽ റിജിഡിറ്റി, അതെ ഇവിടെ ഉണ്ടല്ലേ, ദി അണ്ടർസൈഡ് ഈസ് ഹെവിലി റിബ്ഡ് ടു പ്രൊവൈഡ് റിജിഡിറ്റി. അതിന്റെ ഷേപ്പ് അങ്ങോട്ടും മാറി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അടിഭാഗം നമ്മൾ എന്ത് ചെയ്യും? ഹെവിലി ആയിട്ട് റിബ് ചെയ്തിട്ടുണ്ടാവും. അങ്ങോട്ടും ഇങ്ങോട്ടും കോണോട് കോണ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും? റിബ്സ് കൊടുത്തിട്ടുണ്ടാവും. ഇനി അതിന്റെ മോൾ ഭാഗം ഉണ്ടല്ലോ, നമുക്ക് എന്ത് ചെയ്യാം? സ്ക്രാപ്പ് ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഇനി ഫോർ ദി പർപ്പസ് ഓഫ് സ്റ്റഡിനെസ് ആൻഡ് കൺവീനിയൻസ് ലെവലിംഗ് എ 3-point സസ്പെൻഷൻ. കണ്ടോ, ഇവിടെ ഒരു സസ്പെൻഷൻ, കണ്ടോ ഇവിടെ ഒരു സസ്പെൻഷൻ, കണ്ടോ ഇവിടെ ഒരു സസ്പെൻഷൻ, ഇവിടെ ഒരു സസ്പെൻഷൻ, അങ്ങനെ 3 സസ്പെൻഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. എന്തിനു വേണ്ടിയിട്ടാണ്? സ്റ്റഡിനെസ് ആൻഡ് കൺവീനിയൻസ് ഇൻ ലെവലിംഗ്. അതായത് കാസ്റ്റ് അയൺ സർഫസ് പ്ലേറ്റ് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു സസ്പെൻഷൻ, അതായത് ഒരു കാലുണ്ടാവും, ഇവിടെ ഒരു കാലുണ്ടാവും, ഇതിന്റെ സെൻട്രൽ ഭാഗത്താണ് കാലുണ്ടാവുക കേട്ടോ. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അതിന്റെ ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. സ്റ്റഡിനെസ്സും ആൻഡ് കൺവീനിയൻസും ലെവലിംഗ് 3-point സസ്പെൻഷൻ വിൽ ബി ഗിവൺ. മെയിൻ ആയിട്ട് ഇവിടെ ചോദിച്ചിട്ടുള്ളത് മെറ്റീരിയൽ ആണ്. കണ്ടോ, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് ഇവിടെ, ഒരു പോയിന്റ് മറ്റേ മൂലൊക്കെ ഉണ്ടാവും കേട്ടോ. ഇനി സ്മാൾ സർഫസ് പ്ലേറ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഒരു വർക്ക് ബെഞ്ചിൽ ഫിക്സ് ചെയ്യാം. ലാർജർ സർഫസ് പ്ലേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? അവർക്ക് സ്റ്റാൻഡ് നമ്മൾ എന്ത് ചെയ്യും? ഉണ്ടാക്കി വെക്കും കേട്ടോ. ഇനി അതർ മെറ്റീരിയൽസ് യൂസ്ഡ്, ഗ്രാനൈറ്റ് ഈസ് ആൾസോ നമ്മൾ പഠിച്ചാണ് അടുത്ത മെറ്റീരിയൽ കേട്ടോ. Granite is dense and stable material. Surface plate made of granite retain their accuracy even if the surface is scratched. Burrs are not formed on this surface. In the classification, grade 1, 2 and 3. The grade 1 surface plate is more acceptable than the other 2 grades. Grade 1 surface plate എന്താണ്? more acceptable ആണ് than other 2 grade കേട്ടോ. അതായത് നമ്മൾ ഗ്രേഡ് 1 സർഫസ് പ്ലേറ്റ്, ഗ്രേഡ് 2, ഗ്രേഡ് 3, നമുക്ക് അതുപോലെ തന്നെ വി ബ്ലോക്കും അതുപോലെ തന്നെ കുറെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? ഗ്രേഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യൂലേ. ഗ്രേഡ് 1 എന്താണ്? അത്യാവശ്യം അക്യൂറസി ഉണ്ടാവും, അതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുക കേട്ടോ. സ്പെസിഫിക്കേഷൻ,
ഇവിടുന്ന് ചോദിച്ചിട്ടുണ്ട് നമ്മൾ സർഫസ് സ്പേസ് ആൻഡ് ഡെസിഗ്നേറ്റഡ് ബൈ കാസ്റ്റേൺ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അവയുടെ ലെങ്ത്, അവയുടെ ബ്രെഡ്ത്ത്, അവയുടെ ഗ്രേഡ്, കാരണം 1, 2, 3 എന്നുള്ള ഗ്രേഡ് അല്ലേ, ആ ഗ്രേഡ് ഇൻ ISI നമ്പർ. നമുക്കൊരു ഉദാഹരണം നോക്കി നോക്കാം. 2000 എന്ന് പറയുന്നത് ഏതാ, ഫസ്റ്റ് ഏതാ, വേറെ ലെങ്ത് കണ്ടോ, വേറെ ലെങ്ത് എന്താണ് 2000, ഇനി ബ്രെഡ്ത്ത് എന്താണ് 1000, ഗ്രേഡ് എന്താണ് ഗ്രേഡ് 1 ആണ്, ISI നമ്പർ അത്ര 2285. ഇത് മാത്രം പഠിച്ചു വെച്ചാൽ നിങ്ങൾ ലെങ്ത്, ഇത് മാത്രം പഠിച്ചു വെച്ചാൽ മതി. Specification are designated by constrained surface plate are designated by their length, breadth, grade and ISI number കേട്ടോ. ഇനി Claran maintenance എന്ത് ചെയ്യാം ജസ്റ്റ് നോക്കുക നിങ്ങൾ. ഇനി അടുത്ത വി ബ്ലോക്ക് സിമ്പിൾ ആണ്. അപ്പൊ നമ്മൾ സർഫസ് പ്ലേറ്റിൽ എന്തൊക്കെ പഠിച്ചു, ഗ്രാനൈറ്റ് ഉപയോഗിക്കാം, അതുപോലെ തന്നെ കാസ്റ്റേൺ ഉപയോഗിക്കാം. ഇനി എന്തിനാണ് സർഫസ് പ്ലേറ്റ് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡാറ്റ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 3 പോയിന്റ് സസ്പെൻഷന്റെ കാര്യം ആലോചിച്ച് നോക്കുക. പിന്നെ സ്മാൾ സർഫസ് പ്ലേറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ഒരു ബെഞ്ചിൽ വെക്കും. ലാർജ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, സ്റ്റാൻഡിൽ വെക്കും. ഇനി ഡെസിഗ്നേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ലെങ്ത്, ബ്രെഡ്ത്ത്, ഗ്രേഡ്, IS നമ്പർ കേട്ടോ. ലെങ്ത്, അതിന്റെ ബ്രെഡ്ത്ത്, അതിന്റെ ഗ്രേഡ് എത്ര ഉണ്ട്, 3 ഉണ്ട്. 1, 2, 3 ഗ്രേഡ് 1 ആണ് കോമൺ ആയിട്ട് നമ്മൾ അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഗ്രേഡ് 1 ആണ്. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വി ബ്ലോക്ക് ആണ്. വി ബ്ലോക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്, നമുക്ക് നോക്കി നോക്കാം. വി ബ്ലോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലോക്കിന്റെ ആംഗിൾ വളരെ ഇമ്പോർട്ടന്റ് ആട്ടോ. പലർക്കും തെറ്റിപ്പോകുന്ന കാര്യമാണ് അതിന്റെ ആംഗിൾ. നമ്മളൊക്കെ ചെറുപ്പത്തിൽ അതായത് ക്ലാസ് തുടങ്ങുമ്പോഴൊക്കെ ഞങ്ങളൊക്കെ വിചാരിച്ചിട്ടുള്ളത് 45 ആണ്, 60 ഡിഗ്രി ആണെന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ അത് തൊട്ട് നോക്കുമ്പോഴാണ് അത് പക്ക 90 ഡിഗ്രി ആണ് നമുക്ക് മനസ്സിലാവുക. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് വി ബ്ലോക്ക്. വി ബ്ലോക്ക് ആർ ഡിവൈസസ് യൂസ്ഡ് ഫോർ മാർക്കിംഗ് ആൻഡ് സെറ്റിംഗ് അപ്പ് വർക്ക് ഓൺ മെഷീൻസ് അല്ലെ. റൗണ്ട് ജോബ്സ് അല്ലെങ്കിൽ അങ്ങനത്തെ സ്ക്വയർ ആയിട്ടുള്ള ജോബ്സ് ഒക്കെ നമുക്ക് അങ്ങനെ ഒക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ബ്ലോക്കിന്റെ സഹായം തേടാം. ഇനി included angle of the V block in the V of the V block is 90 degree in all cases. എന്തൊക്കെയായാലും ഈ ആംഗിൾ എത്രയാണ്, 90 ഡിഗ്രി ആട്ടോ. ആൻഡ് ഫിനിഷ്ഡ് ടു എ ഹൈ അക്യുറസി ഇൻ റെസ്പെക്ട് ഓഫ് ഡയമെൻഷൻ, ഫ്ലാറ്റ്നെസ് ആൻഡ് സ്ക്വയർനെസ്. ഇവന്മാരെന്ത് ചെയ്യും, ഹൈ അക്യുറസി ആയിട്ട് എന്ത് ചെയ്യും നമ്മൾ മെഷീൻ ചെയ്തിട്ടുണ്ടാവും. ഇനി ടൈപ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഇത് ക്ലാസ്സിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട്. IS അല്ലെങ്കിൽ BIS പ്രകാരം 4 ടൈപ്പ് ഉണ്ട് കേട്ടോ. 4 ടൈപ്പ് പറഞ്ഞ ചിത്രത്തിൽ നമുക്ക് മനസ്സിലാവും. ഇതുണ്ടോ, ഇതിന് നമ്മൾ എന്ത് വിളിക്കും, സിംഗിൾ ലെവൽ, സിംഗിൾ ഗ്രൂവ്. ഈ ഒരു ചിത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. അടുത്ത ചിത്രം നോക്കി നോക്കൂ, സിംഗിൾ ലെവൽ, ഡബിൾ ഗ്രൂവ്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായില്ലേ എങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. അതായത് നമുക്ക് ക്ലാമ്പ് പിടിപ്പിക്കേണ്ട ഈ ഗ്രൂവ് ഉണ്ടല്ലോ, ഈ ഗ്രൂവിന്റെ എണ്ണം അതുപോലെ തന്നെ നമുക്ക് ലെവലിന്റെ എണ്ണം നോക്കി നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പൊ സിംഗിൾ ലെവൽ, സിംഗിൾ ഗ്രൂവ് ബ്ലോക്ക് ആണെങ്കിൽ ഒരു വി ലെവൽ ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലാമ്പ് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു ലെവലും ഉണ്ടാവും. ഇനി സിംഗിൾ ലെവൽ ആണെങ്കിൽ എന്ത് ചെയ്യും, സിംഗിൾ ലെവൽ ഡബിൾ ഗ്രൂവ് വി ബ്ലോക്ക്, അതായത് ഇതാണ് ഹെഡിങ് എന്നുണ്ടെങ്കിൽ അതിൽ ക്ലാമ്പ് പിടിപ്പിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെയും പിന്നെ അടിഭാഗത്ത് നിന്നുണ്ടാവും സ്ലോട്ട് ഉണ്ടാവും. ഇനി ഡബിൾ ലെവൽ സിംഗിൾ ഗ്രൂവ് ആണെങ്കിൽ ഒന്ന് വരച്ചു നോക്കൂ. ഡബിൾ ലെവൽ സിംഗിൾ ഗ്രൂവ് ആണെങ്കിൽ നമുക്ക് എന്താ പറഞ്ഞത്, ഡബിൾ ലെവൽ സിംഗിൾ ഗ്രൂവ് വി ബ്ലോക്ക് ആണെങ്കിൽ ഡബിൾ ലെവൽ അല്ലെ, 2 ലെവൽ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ കൊടുക്കുക, മുകളിലും അടിയിൽ എന്ത് കൊടുക്കുക, ഡബിൾ ലെവൽ കൊടുക്കുക. ഓക്കെ ആണോ, പക്ക രണ്ടും ഒരുപോലെ തന്നെ വരിക കേട്ടോ. ഇനി സിംഗിൾ ഗ്രൂവ് ആണ്, സിംഗിൾ ഗ്രൂവ് എന്ന് പറയുമ്പോൾ നമുക്ക് എവിടെ കൊടുക്കാം, സിംഗിൾ ഗ്രൂവ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ കൊടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ക്ലാസിഫിക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ ചിത്രം നോക്കി നോക്കാം. ചിത്രം കണ്ടോ, നമ്മൾ വരച്ച പോലെ തന്നെ കേട്ടോ. ഈ നടുവിൽ ചാല് എന്തിനാന്ന് ഞാൻ പറഞ്ഞുതരാം. ഇനി ലാസ്റ്റ് വൺ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനമാണ് മാച്ച്ഡ് പെയർ വി ബ്ലോക്ക്. ഇത് അതിന്റെ 4ാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെന്താ, ഇത് ഒരേപോലെയുള്ള വി ബ്ലോക്ക് അങ്ങനത്തെ രണ്ടായിട്ട് പെയർ ആയിട്ടാണ് കിട്ടുക കേട്ടോ. അതായത് ഇൻ പെയേഴ്സ് വിച്ച് ഹാവ് ദി സെയിം സൈസ് ആൻഡ് സെയിം ഗ്രേഡ് ഓഫ് അക്യുറസി കേട്ടോ. നമുക്ക് നോക്കി നോക്കാം, ആദ്യം മുതൽ നോക്കി നോക്കാം. സിംഗിൾ ലെവൽ, സിംഗിൾ ഗ്രൂവ് എന്താ നമ്മൾ പറഞ്ഞ അത്ര തന്നെ ഉള്ളൂ. ദി ഗ്രൂവ്സ് ആർ ഫോർ അക്കോമഡേറ്റിംഗ് ദി ഹോൾഡിംഗ് ക്ലാമ്പ്, അത് മാത്രമേ അഡീഷണൽ പോയിന്റ് ആയിട്ടുള്ളൂ. ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. നമുക്ക് മാച്ച്ഡ് പെയർ വി ബ്ലോക്ക് നോക്കാം. These blocks are available in pairs which have the same size and the same grade of accuracy. These blocks are available in pairs which have the same size and same grade of accuracy
they are identified by the number of letter. ഇതിലൊരു എം എന്നോ അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും, എം എന്നൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതായത് അത് മാച്ച്ഡ് പെയർ ആണ്. അത് ഉപയോഗിക്കുന്നത് ഇതിന്റെ കൂടെ ഇതിന്റെ പെയർ മാത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, നമ്മൾ നമ്പർ അല്ലെങ്കിൽ ലെറ്ററിങ് കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. These set of blocks are used for supporting long shaft. Long shaft ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഭാഗത്ത് ഒരു പ്ലയറും അതിന്റെ ക്ലാമ്പും വെക്കും, പൈപ്പിന്റെ മറ്റേ എന്ത് ചെയ്യും, ഈ ക്ലാമ്പും അതിന്റെ പെയറായിട്ടുള്ള മറ്റേ ക്ലാമ്പും നമ്മൾ ഈ ബ്ലോക്കും വെക്കും. നമുക്ക് നോക്കി നോക്കണ്ടോ, ഈ ചിത്രം നോക്കി നോക്കും. മാച്ചഡ് പ്ലയർ ഇപ്പൊ എന്തിനാ ഉപയോഗിക്കാന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അല്ലെ. എന്ത് ചെയ്യും, ഒരു ലോങ് ഷാഫ്റ്റ് ഒക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനെ വെക്കാം കേട്ടോ. ഇനി ഗ്രേഡ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ സർഫസ് പ്ലേറ്റ് പറഞ്ഞു, ഗ്രേഡ് 1, 2, 3. ഗ്രേഡ് 1 ആണ് കോമൺ ആയിട്ട് ഉപയോഗിക്കുക, അതാണ് അക്യുറസി എന്ന് പറഞ്ഞത്. ഇവിടെ ഗ്രേഡ് 1ഉം 2ഉം അല്ല, ഇവിടെ എന്താ ഗ്രേഡ് എയും അതുപോലെ തന്നെ ഗ്രേഡ് ബിയും ആണ്. ഏതിന്റെ കേസിൽ, വി ബ്ലോക്കിന്റെ കേസിൽ കേട്ടോ. അപ്പൊ ഗ്രേഡ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ വളരെ അക്യുറസി കൂടിയ, മോർ അക്യുറേറ്റ് ആണ്. അതുപോലെ തന്നെ 100 mm, അതായത് 10 സെന്റിമീറ്റർ വരെ മാത്രമേ 100 mm, അതെ 100 mm വരെ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇവരുടെ ലെങ്ത് അവൈലബിൾ ആയിട്ടുള്ളൂ. ആൻഡ് മെയ്ഡ് അപ്പ് ഓഫ് ഹൈ ക്വാളിറ്റി സ്റ്റീൽ. അപ്പൊ ഹൈ ക്വാളിറ്റി സ്റ്റീൽ കൊണ്ട് മെയ്ഡ് ചെയ്ത വെറും 100 mm മാത്രം നീളമുള്ള, അതുപോലെ തന്നെ ഹൈലി അക്യുറേറ്റ് ആയിട്ടുള്ള വി ബ്ലോക്ക് നമ്മൾ എന്ത് വിളിക്കും, ഗ്രേഡ് എ വി ബ്ലോക്ക് എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ഗ്രേഡ് വി ബ്ലോക്ക് എന്താണ്, ഇത് നോട്ട് ആസ് അക്യുറസ് ആസ് ദാറ്റ് വൺ ഓഫ് ഗ്രേഡ് എ, നമുക്കറിയാം അല്ലെ, അത് നമ്മളിപ്പോ പഠിച്ചു കഴിഞ്ഞു. ഇനി എവിടെ ഉപയോഗിക്കുക, ജനറൽ മെഷീൻ ഷോപ്പ് വർക്കില്ല അല്ലെ. നമുക്ക് ജനറൽ മെഷീൻ ഷോപ്പിൽ അത്ര അക്യുറസി ഒന്നും വേണ്ട, എന്നാൽ പക്ക ഡീസെന്റ് ലോക്കൽ ആവാനും പാടില്ല. അപ്പൊ രണ്ടാമത്തെ ഗ്രേഡ് നമ്മൾ ഉപയോഗിക്കും. ഇനി 300 mm നീളം വരെ നമുക്ക് എന്ത് ചെയ്യാം, അവൈലബിൾ ആണ്. മറ്റേത് 100 mm ആയിരുന്നു, ഇത് 300 mm ആണ്. ഇനി ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റ് ആണ്, അത് എന്തുകൊണ്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടാവുക, ഹൈ ക്വാളിറ്റി സ്റ്റീൽ ആയിരുന്നു. ഇതെന്താണ്, ക്ലോസ് ഗ്രൈൻഡ് കാസ്റ്റ് ആണ് കേട്ടോ. ഇനി യു ക്ലാമ്പ് നമ്മൾ എന്ത് ചെയ്യും, അതിന്റെ ക്ലാമ്പിംഗ് ഡിവൈസ് ആയിട്ട് ഉപയോഗിക്കും. ഇനി ഡെസിഗ്നേഷൻ, നമ്മൾ മറ്റേ ഡെസിഗ്നേഷൻ പറഞ്ഞില്ലേ, ഇതിന്റെ ഇമ്പോർട്ടന്റ് ആണ്, PSC ചോദിച്ചിട്ടുണ്ട്. വി ബ്ലോക്ക് ആർ ഡെസിഗ്നേറ്റഡ് ബൈ ദി നോമിനൽ സൈസ് കഴിഞ്ഞിട്ടില്ല ആൻഡ് ദി മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് capable being clamp കഴിഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം എന്താ, ഗ്രേഡ് ആൻഡ് ദി നമ്പർ ഓഫ് ദി കറസ്പോണ്ടിങ് BS സ്റ്റാൻഡേർഡ്. അപ്പൊ എങ്ങനെ ഡെസിഗ്നേഷൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നോമിനൽ സൈസ് അല്ലെങ്കിൽ ലെങ്ത്, പിന്നെ മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് വിച്ച് ഈ ക്ലാമ്പ് ചെയ്യാൻ പറ്റുന്നത്, പിന്നെ അതിന്റെ ഗ്രേഡ് ആൻഡ് നമ്പർ ഓഫ് കറസ്പോണ്ടിങ്. ഇനി മാച്ച്ഡ് ആണെങ്കിൽ എന്ത് ചെയ്യും, ലെറ്റർ M എന്നുണ്ടാവും കേട്ടോ. ഇനി ഫോർ വി ബ്ലോക്ക് വിത്ത് ക്ലാമ്പ് ആണെങ്കിൽ എന്ത് ചെയ്യും, ക്ലാമ്പ് ആണെങ്കിൽ വിത്ത് ക്ലാമ്പ് എന്ന് എഴുതിയുണ്ടാവും. നമുക്ക് നോക്കി നോക്കാം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി ബ്ലോക്ക് 50 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്കറിയാം അല്ലെ. വി ബ്ലോക്ക് കണ്ടോ, മാക്സിമം മിനിമം ഡയമീറ്റർ എത്രയാ നോക്കി നോക്കാം, അതിൽ നോക്കി നോക്കാം. 50 mm ലോങ് ഫസ്റ്റ് ലെങ്ത് എന്നുണ്ട്, പിന്നെ വർക്ക് പീസ് എന്ത് ചെയ്യും 5 മുതൽ 40 mm വരെ ഇതാക്കാം കേട്ടോ. അപ്പൊ എങ്ങനെയാണ്, ഫസ്റ്റ് അതിന്റെ ലെങ്ത്, ഫസ്റ്റ് അതിന്റെ ഇത്രയും ലെങ്ത് ഉള്ള വി ബ്ലോക്ക് ആണ്, വി ബ്ലോക്ക് ഇത്രയും ലെങ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മിനിമം, ആദ്യം മിനിമം ആട്ടോ, ആദ്യം മിനിമം ആൻഡ് മാക്സിമം ഡയമീറ്റർ ഓഫ് ദി വർക്ക് പീസ് ബീങ് ക്ലാമ്പ്ഡ്. പിന്നെ മൂന്നാമത് എന്താ അതിന്റെ ഗ്രേഡ്, നാലാമത് എന്താ ഒരു ISN നമ്പർ. മനസ്സിലായോ? അത് ആദ്യം വി ബ്ലോക്ക് അതിന്റെ ലെങ്ത് കൊടുത്തിട്ടുണ്ട്, രണ്ടാമത് മിനിമം മാക്സിമം, അങ്ങോട്ട് മാറരുത്, ഫസ്റ്റ് മിനിമം ടു മാക്സിമം വർക്ക് പീസ് ബീങ് ക്ലാമ്പ്ഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രേഡ് എ ആണോ ഗ്രേഡ് ബി ആണോ കൊടുത്തിട്ടുണ്ട്, ലാസ്റ്റ് IS നമ്പർ കൊടുത്തിട്ടുണ്ട്. ഇനി മാച്ച് പ്ലെയർ ആണെങ്കിൽ എന്ത് ചെയ്യും, M എന്ന് കാണിക്കൂട്ടോ. M എവിടെ കാണിക്കുക, വി ബ്ലോക്ക് M എന്ന് കാണിക്കുക കേട്ടോ. ഇനി വിത്ത് ക്ലാമ്പ് ആണെങ്കിൽ വിത്ത് ക്ലാമ്പ് എന്ന് കാണിക്കും, വിത്ത് ക്ലാമ്പ് ആണെങ്കിൽ വിത്ത് ക്ലാമ്പ് എന്ന് കാണിക്കും. അപ്പൊ വി ബ്ലോക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തത് ആംഗിൾ പ്ലേറ്റ് ആണ്. ആംഗിൾ പ്ലേറ്റ് നമ്മൾ എന്താ ഉപയോഗിക്കുക, ആലോചിച്ച് നോക്കും. ആംഗിൾ പ്ലേറ്റ് എന്തിനാണ് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാല്, തുടങ്ങാം അല്ലെ. ആംഗിൾ പ്ലേറ്റ് ഹാവ് 2 പ്ലെയിൻ സർഫസ് അല്ലെ. നോക്കി നോക്കൂ, ഇങ്ങനെ 90 ഡിഗ്രി ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അറ്റ് റൈറ്റ് ആംഗിൾ പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് അല്ലെ, 90 ഡിഗ്രി ആയിട്ട് നിന്ന് 2 പ്ലെയിൻ സർഫസ് ഉണ്ട്. മെയ്ഡ് ഓഫ് ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റ് ആണ് അല്ലെങ്കിൽ സ്കെയിൽ, വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്ലോസ്ലി ഗ്രൈൻഡ് കാസ്റ്റ് ആണ്, സ്കെയിൽ കൊണ്ടാണ് എന്ത് ചെയ്യുക, നമ്മൾ ആംഗിൾ പ്ലേറ്റ് നിർമ്മിക്കുക. ദി എഡ്ജസ് ആൻഡ് എൻഡ്സ് എന്താണ്, മെഷീൻഡ് സ്ക്വയർ അല്ലെ, പക്ക ഡീസെന്റ് ആയിട്ട് സ്ക്വയർ ആയിട്ട് മെഷീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിന്റെ റിബ്സ് പറയുന്നുണ്ട്, എന്തിനു വേണ്ടിയിട്ടാ അല്ലെ, നമുക്കറിയാം അല്ലെ, ടു പ്രൊവൈഡ് റിബ്സ് and unmachined part are for good rigidity to prevent distortion. ഈ മെഷീൻഡ് പാർട്സ് ഒക്കെ ഇല്ല, അതിന് തൊട്ട് താഴെ വരുന്നുണ്ട് നമ്മൾ റിബ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ടൈപ്സ് ഓഫ് ആംഗിൾ പ്ലേറ്റ് എന്തൊക്കെ ഉണ്ട്, നമ്മൾ പ്ലെയിൻ ആൻഡ് സോൾഡ് ആംഗിൾ പ്ലേറ്റ് ഉണ്ട്, സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്, ഫിഗർ 2 നോക്കി നോക്കൂ, സ്ലോട്ടഡ് കണ്ടോ, സ്ലോട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ സിവിൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്,
കണ്ടോ ഇത് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും ആംഗിൾ ഒക്കെ ചേഞ്ച് ചെയ്യാം. ലാസ്റ്റ് വൺ ബോക്സ് ആംഗിൾ പ്ലേറ്റ് അത് കണ്ടോ ഈ 4 ടൈപ്പ് മനസ്സിലായി വിചാരിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കി നോക്കാം പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റ് ഈ കാണുന്ന കേട്ടോ ഫിഗർ ഈ കാണുന്നതാണ് ഫിഗർ 1 ആണ്. നോർമലി നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇനി വിച്ച് പ്ലേറ്റ് സ്മാളർ ഇൻ സൈസ് ഇത്രയും മാത്രം അവിടെ പഠിച്ചാൽ മതി കേട്ടോ. സച്ച് ആംഗിൾ പ്ലേറ്റ് ആർ സൂട്ടബിൾ ഫോർ സപ്പോർട്ടിംഗ് വർക്ക് പീസ് ഡ്യൂരിങ് ലേഔട്ട് വർക്കിൽ നമുക്ക് എന്ത് ചെയ്യാം പ്ലെയിൻ സോൾഡ് ആംഗിൾ പ്ലേറ്റ് ഉപയോഗിക്കാം. ഇനി രണ്ടാമത്തെ സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യാൻ സ്ലോട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെന്ത് വിളിക്കാം സ്ലോട്ടഡ് ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് എന്ന് വിളിക്കാം കേട്ടോ. ദി ടു പ്ലെയിൻ സർഫേസ് ഓഫ് ദിസ് ടൈപ്പ് ഓഫ് ആംഗിൾ പ്ലേറ്റ് ഹാവ് സ്ലോട്ട് മിൽഡ്. ഇറ്റ് ഈസ് കമ്പാരിറ്റീവ്ലി ബിഗർ ഇൻ സൈസ് ദാൻ പ്ലെയിൻ. ഇതിനെക്കാളും വലുതായിരിക്കും കേട്ടോ. സ്ലോട്ട് ആർ മെഷീൻഡ് ഓൺ ദി ടോപ്പ് പ്ലെയിൻ സർഫേസ് ഓഫ് ദി അക്കോമഡേറ്റിംഗ് ക്ലാമ്പ്. എന്തിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാമ്പിംഗ് ബോൾട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി ദിസ് ടൈപ്പ് ഓഫ് ആംഗിൾ പ്ലേറ്റ് ക്യാൻ ബി ടിൽറ്റഡ് 90 ഡിഗ്രി അലോങ് വിത്ത് വർക്ക് ഫോർ മാർക്കിംഗ് ഓർ മെഷീനിങ്. ഇത് നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് തിരിച്ചു വെക്കാം കേട്ടോ. മാർക്കിങ്ങിനോ മെഷീനിങ്ങിനോ വേണ്ടി നമുക്ക് തിരിച്ചു വെക്കാം കണ്ടോ. ഇങ്ങനെയാണ് ഇതിന്റെ ഉപയോഗം. നമുക്ക് തിരിച്ചു വെച്ചോ കണ്ടോ നിങ്ങൾ സെക്കൻഡ് കണ്ടോ തിരിച്ചു വെച്ചോ കണ്ടോ മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തിരിച്ചു മറിച്ചിട്ട് കണ്ടോ. ഈ സിവൽ ടൈപ്പ് ആംഗിൾ പ്ലേറ്റ് this is adjustable so that the two surface can be kept at an angle. കണ്ടോ രണ്ട് ഈ സർഫസും ഈ സർഫസും നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെക്കാം. The two machined surface are marked on one to indicate the angle of tilt with respect to other. Graduations ഉണ്ട് കേട്ടോ. ഗ്രാജുവേഷൻ സോറി ഞാൻ മായ്ച്ച് മാറിയിട്ടുണ്ട്. The two machined surface are on two separate pieces and are assembled. ഇതിങ്ങനെ ഒരു assembled ആണ് ഇതിങ്ങനെ assembled ആണ്. അവ രണ്ടും നമുക്ക് എന്ത് ചെയ്യാം രണ്ട് ഭാഗമാണ് നമുക്ക് ഒരുമിച്ച് എന്ത് ചെയ്യാം നെറ്റും ബോൾട്ടും സഹായത്തോടെ വെക്കാം. ഗ്രാജുവേഷൻസ് എന്തുണ്ട് നമ്മൾ ആംഗിൾ അളക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും ഗ്രാജുവേഷൻസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വെൻ ബോത്ത് ഈ ഗ്രാജുവേഷൻസിൽ ബോത്ത് 0 കോയിൻസൈഡ് ചെയ്യുകയാണെങ്കിൽ ആ രണ്ടും എന്തായിരിക്കും രണ്ട് ആംഗിൾ പ്ലേറ്റും തമ്മിൽ എന്തായിരിക്കും 90 ഡിഗ്രി ആയിരിക്കും. ഇനി ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ലോക്ക് ബോൾട്ട് ലോക്കിംഗ് നെറ്റ് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അടുത്ത ബോക്സ് ആണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി after setting the work can be turned over with the box enabling further marking of machine. അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് ചെയ്യാം തിരിച്ചു മറിച്ചു വിടാം കേട്ടോ. This has all the face machined to square to each other. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് PC മുമ്പ് ചോദിച്ചിട്ടുണ്ട്. ഗ്രേഡ്സ് നമ്മൾ സർഫസ് പ്ലേറ്റ് പറഞ്ഞ പോലെ തന്നെ ഗ്രേഡ് 1, 2, 3 ഇല്ല ഗ്രേഡ് 1ഉം 2ഉം മാത്രമേ ഉള്ളൂ കേട്ടോ. ഗ്രേഡ് 1 ആംഗിൾ പ്ലേറ്റ് ആർ മോർ അക്യുറേറ്റ് ആൻഡ് യൂസ്ഡ് ഫോർ വെരി അക്യുറേറ്റ് ടൂൾ റൂം ടൈപ്പ് ഓഫ് വർക്ക്. ഇവിടുന്ന് PC ചോദിച്ചു കണ്ടിട്ടുണ്ട്. അക്യുറേറ്റ് ടൂൾ റൂം ടൈപ്പ് വർക്കിന് ഉപയോഗിക്കുന്ന ആംഗിൾ പ്ലേറ്റ് ഏതാണ് ഗ്രേഡ് 1 ആണ്. ഗ്രേഡ് 2 എന്താണ് ജനറൽ മെഷീൻ ഷോപ്പ് വർക്കിനാണ്. ഇതൊന്നും PC ചോദിച്ചു കണ്ടിട്ടുണ്ട്. ഈ രണ്ട് പേരിൽ കണ്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് രണ്ടും കൂടാതെ ഇൻ അഡീഷൻ ടു അബൌട്ട് 2 ഗ്രേഡ്സ് കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഈ രണ്ട് ഗ്രേഡ്സിന് കൂടാതെ പ്രിസിഷൻ ആംഗിൾ പ്ലേറ്റ് ആർ ആൾസോ അവൈലബിൾ ഫോർ ഇൻസ്പെക്ഷൻ വർക്ക് കേട്ടോ. ഇതൊന്നും PC ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആംഗിൾ പ്ലേറ്റിന് മെയിൻ ആയിട്ട് ചോദ്യം കണ്ടിട്ടുള്ളത് ഇതെന്നാണ് കേട്ടോ. സൈസസ് ഇൻഡിക്കേറ്റഡ് ബൈ നമ്പർ ഈ ഒരു പോയിന്റ് ആലോചിച്ച് നോക്കുക. സൈസസ് ഇൻഡിക്കേറ്റഡ് ബൈ നമ്പർ എന്ന് ആലോചിച്ച് നോക്കുക. ഇനി സ്പെസിഫിക്കേഷൻ എങ്ങനെ സൈസും ഗ്രേഡും ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം സ്പെസിഫൈ ചെയ്യാം. ബോക്സ് പ്ലേറ്റ് വിൽ ബി ഡെസിഗ്നേറ്റഡ് ആസ് ബോക്സ് പ്ലേറ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ബോക്സ് ആംഗിൾ പ്ലേറ്റ് പിന്നെ അതിന്റെ ഗ്രേഡ് പിന്നെ അതിന്റെ സൈസ് ആദ്യം കൊടുത്തിട്ടുണ്ട് 6 കൊടുത്തിട്ടുണ്ട് പിന്നെ ഗ്രേഡ് 1 കൊടുത്തിട്ടുണ്ട് കേട്ടോ. സൈസ് 2 ഗ്രേഡ് 2 ആംഗിൾ പ്ലേറ്റ് വിൽ ബി ഡെസിഗ്നേറ്റഡ് ആംഗിൾ പ്ലേറ്റ് കണ്ടോ സൈസ് 2 ആണ് ഗ്രേഡ് 2 ആണ്. അപ്പൊ ആദ്യം കൊടുക്കേണ്ടത് ഏതാണ് ആദ്യം കൊടുക്കേണ്ടത് സൈസ് ആണ്. രണ്ടാമതാണ് ഗ്രേഡ് കൊടുക്കുക. മൂന്നാമത് ഏതാണ് IS നമുക്ക് കൊടുക്കും കേട്ടോ. IS 623 കേട്ടോ. പാരലൽ ബ്ലോക്ക് നമുക്ക് നോക്കാം. അടുത്തത് പറയാൻ പോണത് പാരലൽ ബ്ലോക്ക് ആണ്. പാരലൽ ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വർക്ക് പീസ് ഒക്കെ മെഷീനിൽ സെറ്റ് ചെയ്യുമ്പോൾ കറക്റ്റ് പാരലായിട്ട് സെറ്റ് ചെയ്യേണ്ട അവസ്ഥ വരും. അതിനു വേണ്ടി നമുക്ക് പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ഒരു പാരലൽ ബ്ലോക്ക്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. സോൾഡ് പാരലൽ ഉണ്ട് അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ പാരലൽ ഉണ്ട്. സോൾഡ് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അതിന്റെ അളവിനനുസരിച്ച് മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അത് പിന്നെ ഒരു അഡ്ജസ്റ്റ്മെന്റ് വല്ല നടക്കത്തില്ല. ഇങ്ങനെ രണ്ട് സൈഡും പക്ക ഡീസെന്റ് ആയിട്ട് ഫ്ലാറ്റ് ആയിട്ടായിരിക്കും കേട്ടോ. ഇതിന് പാരലായിട്ടും ഇത് അങ്ങനത്തെ പാരലൽ ബ്ലോക്ക് ആണ്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇനി അഡ്ജസ്റ്റബിൾ ടൈപ്പ് പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നടുവ് കൂടെ ഒരു സ്ലോട്ട് ചാല് കട്ടിയിട്ടുണ്ടാവും. ഈ മുകളിലെ ഭാഗത്ത് എന്തുണ്ടാവും ഇങ്ങനത്തെ ഒരു ഗ്രൂവും ഉണ്ടാവും. ഗ്രൂവും അതായത് ടങ്ങാണ് ഗ്രൂ ജോയിന്റ് എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം നീക്കാം. അപ്പൊ നീക്കുമ്പോൾ ഇതിന് എന്ത് ചെയ്യും ഈ പാരലൽസ് മാറൂല എന്നാൽ ലെങ്ത് എന്ത് ചെയ്യും നമുക്ക് മാറും. ഹൈറ്റും നമുക്ക് എന്ത് ചെയ്യാം ഹൈറ്റ് നല്ല വ്യത്യാസപ്പെടും.
ഹൈറ്റ് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ചിട്ടും കൂട്ടിയിട്ടൊക്കെ നമുക്ക് എന്ത് ചെയ്യാം വെക്കാം. അതാണ് അഡ്ജസ്റ്റബിൾ ടൈപ്പ് പാരലൽ ബ്ലോക്ക്. ഇനി അതിന്റെ ഗ്രേഡ്സ് ഒക്കെ ഉണ്ട്. അതില് ഗ്രേഡ് എ, ഗ്രേഡ് ബി എന്നാട്ടോ ഇതിൽ അടയാളപ്പെടുത്ത. ഗ്രേഡ് എയും ഗ്രേഡ് ബി ആണ് ഉപയോഗിക്കുക. സോൾഡ് പാരലൽ ബ്ലോക്ക് നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് നോക്കാം, നമുക്ക് നോക്കിയിട്ട് നമുക്ക് വായിക്കാം. പാരലൽ ബ്ലോക്ക് ആർ ഡിഫറെന്റ് ടൈപ്സ് ആൻഡ് യൂസ്ഡ് ഫോർ സെറ്റിംഗ് വർക്ക് പീസ് മെഷീനിങ് അല്ലെ. സോൾഡ് പാരലൽ ഉണ്ട്, അഡ്ജസ്റ്റബിൾ പാരലൽ ഉണ്ട്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഈ ഫിഗർ 1 എന്ന് പറയുന്നത് സോൾഡ് പാരലലിന്റെ ചിത്രമല്ല കേട്ടോ. സോൾഡ് പാരലലിന്റെ ചിത്രമല്ല കേട്ടോ. നിങ്ങൾ ജസ്റ്റ് ദയവായിട്ട് മനസ്സിലാക്കുക. സോൾഡ് പാരലലിന്റെ ചിത്രം ഞാൻ വരച്ച പോലെയാണ് കേട്ടോ. This is the type of parallel which is very much used in machine shop work. മെഷീൻ ഷോപ്പ് വർക്കിലാണ് നമ്മൾ ഉപയോഗിക്കുക കേട്ടോ. എവിടെയാണ്? മെഷീൻ ഷോപ്പ് വർക്കിലാണ് കൂടുതൽ ഉപയോഗിക്കുക. They are made of steel pieces of rectangular cross section and are available in different length and cross section size കേട്ടോ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, സൈസ് ഷേപ്പ് അങ്ങോട്ട് മാറ്റാം കേട്ടോ. They are, ഈ ചിത്രത്തിന്റെ അല്ല കേട്ടോ. They are hardened and ground and sometimes finished by lapping. നമ്മൾ ഏറ്റവും നല്ല മെത്തേഡ് ആയിട്ടുള്ള ഫിനിഷ് ചെയ്യാനുള്ള മെത്തേഡ് ലാപ്പിംഗ് വഴി വരെ എന്ത് ചെയ്യാം, നമുക്ക് സോൾഡ് പാരലൽ ഫിനിഷ് ചെയ്യുന്നുണ്ടാവും കേട്ടോ. പാരലൽ ആ മെഷീൻ ടു ക്ലോസ് ലിമിറ്റ് ആൻഡ് പെർഫെക്റ്റ്ലി ഫ്ലാറ്റ് ആയിരിക്കും, സ്ക്വയർ ആയിരിക്കും. അതേപോലെ തന്നെ പാരലൽ ത്രൂ ഔട്ട് ലെങ്ത് ആയിരിക്കും. ദീസ് ആർ മെയ്ഡ് ഇൻ പെയേഴ്സ് ഓഫ് ഐഡന്റിക്കൽ ഡയമെൻഷൻ. ഇനി ഗ്രേഡ്സ് നമുക്കറിയാലേ, ഗ്രേഡ് എയും ബിയും ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗ്രേഡ് എ എപ്പോഴും നമുക്കറിയാലേ ടൂൾ റൂം അല്ലെങ്കിൽ ഫൈൻ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ഗ്രേഡ് എ എന്ന് പറയുന്നത് ഫൈൻ ടൂൾ റൂം ടൈപ്പ് വർക്കിനാണ്. ഗ്രേഡ് ബി എന്ന് പറയുന്നത് ജനറൽ മെഷീൻ ഷോപ്പ് വർക്കിന് കേട്ടോ. ഈ അഡ്ജസ്റ്റബിൾ പാരലൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇതിന്റെ ചിത്രം തന്നെയാണ് കേട്ടോ. കണ്ടോ, ഈ ടങ്ങനെ ഗ്രൂഡ് ജോയിന്റിലോ അല്ല അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എന്ത് സ്ലൈഡ് ചെയ്ത് വെക്കാം. അപ്പൊ ഈ സൈഡും കറക്റ്റ് പാരലായിരിക്കും. ഹൈറ്റ് എന്ത് ചെയ്യും, വ്യത്യാസപ്പെടും. ഇങ്ങോട്ട് നീക്കും തോറും എന്ത് ചെയ്യും, ഹൈറ്റ് കുറഞ്ഞു വരും. ഏറ്റവും ദലത്തൊക്കെ എത്തും തോറും എന്ത് ചെയ്യും, ഏറ്റവും അറ്റത്തെത്തും തോറും എന്ത് ചെയ്യും, ഹൈറ്റ് നല്ല വ്യത്യാസപ്പെടും, ഹൈറ്റ് നല്ലോണം കൂടും. ഇനി this consists of two tapered blocks sliding one over the other in a tongue and groove joint assembly. അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. tongue and groove joint assembly ആണ് അഡ്ജസ്റ്റബിൾ പാരലലിന് ഉപയോഗിക്കുക. This type of parallel can be adjusted and set to different height. കണ്ടോ, ഹൈറ്റ് ആണ് ഇവിടെ വ്യത്യാസപ്പെടുക, മനസ്സിലാക്കണേ. അതായത് ഏറ്റവും ഈ തലത്തേക്ക് എത്തി, ഈ തലത്തേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും, ഏറ്റവും മിനിമം ഹൈറ്റ് ആയിരിക്കും. ഏറ്റവും മറ്റേ അറ്റത്തെത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യും, നീക്കിയിട്ട് നമ്മൾ അവിടെ കൊണ്ടുപോയി എത്തുമ്പോഴൊക്കെ എന്ത് ചെയ്യും, ഹൈറ്റ് എന്തായിരിക്കും, നല്ലോണം കൂടും. പക്ഷെ അപ്പോഴും എന്തായിരിക്കും, അടിഭാഗവും മോൾഭാഗവും പക്ക ഡീസെന്റ് ആയി പാരലൽ ആയിരിക്കും. ഇനി യൂസസ്. സോളിഡ് ആൻഡ് അഡ്ജസ്റ്റബിൾ പാരലൽ ആർ യൂസ്ഡ് ഫോർ പാരലൽ സെറ്റിംഗ് ഓഫ് വർക്ക് പീസ് വൈൽ മെഷീനിങ്. ദേ ആർ ആൾസോ യൂസ്ഫുൾ ഫോർ റേസിംഗ് ദി വർക്ക് പീസ് ഹെൽഡ് ഇൻ വൈസ് അല്ലേ. വൈസിൽ നമുക്ക് മെഷീൻ പീസ് വെക്കണം, അതിന്റെ അടിയിൽ നമുക്ക് എന്ത് ചെയ്യണം, വല്ല കല്ലെന്തെങ്കിലും ഇട്ടൊക്കെ പറ്റുമോ? കല്ല് ഇറഗുലർ അല്ലേ, അപ്പൊ റെഗുലർ ആയിട്ടുള്ള സാധനം ഇട്ടേക്കണം അല്ലേ. അപ്പോ ഇനി അടുത്തത്, ഇനി കയർ നിങ്ങൾ വായിച്ചു നോക്കുക കേട്ടോ. ഡു നോട്ട് യൂസ് ആസ് എ ഹാം, അതുകൊണ്ട് മേടാന്ന് പറ്റില്ല, അതൊക്കെ നിങ്ങൾ വായിച്ചു നോക്കുക. ഇനി ഡെസിഗ്നേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെസിഗ്നേറ്റഡ് ബൈ ദി ടൈപ്പ് ഏതൊക്കെ നമ്മൾ പഠിച്ച് അല്ലേ, സോൾഡ് അഡ്ജസ്റ്റബിൾ പഠിച്ചില്ലേ. ഇനി ഗ്രേഡ് ഏതൊക്കെ പഠിച്ചു, എയും ബിയും അല്ലെ. ഗ്രേഡ് സോൾഡ് ഇതിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, ഗ്രേഡ് ഉപയോഗിക്കുള്ളൂ കേട്ടോ. ആൻഡ് ദി നമ്പർ ഓഫ് സ്റ്റാൻഡേർഡ്, BS സ്റ്റാൻഡേർഡ് കേട്ടോ. അപ്പൊ എന്താണ് സോൾഡ് പാരലൽ ആണെങ്കിൽ, സോൾഡ് പാരലൽ 5x10 ഇൻറ്റു ഇത് അതിന്റെ സൈസ് കേട്ടോ. സൈസ് ഉണ്ട്, IS നമ്പർ 42. IS നമ്പർ നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, അതൊന്നും ചോദിക്കാൻ ചാൻസ് വളരെ കമ്മിയാണ്. പിന്നെ റാങ്ക് മേക്കിംഗ് ആഗ്രഹിക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, IS നമ്പർ ഒക്കെ നോക്കി വെക്കാം കേട്ടോ. ഇനി അടുത്തത് ഡ്രിൽ ആൻഡ് ടാപ്പ് കണ്ടോ. ഇത് ഡ്രില്ലിന്റെ ഫ്ലാറ്റിന്റെ ചിത്രം കേട്ടോ. നമുക്ക് ഡ്രില്ല് നമുക്ക് നോക്കി നോക്കാം. ഡ്രില്ല് അത്യാവശ്യം നോക്കാനുണ്ട് കേട്ടോ. നിങ്ങൾ എന്ത് ചെയ്യാം, ഇതിൽ PSC ക്വസ്റ്റ്യൻ മാത്രം നമുക്ക് നോക്കി നോക്കാം. ഇതിൽ ടൈപ്പ് ഓഫ് ടാപ്പ് എന്താണെന്ന് ചോദിക്കാം. ടാപ്പ് എന്ന് പറയുമ്പോൾ കണ്ടോ, ഇതിൽ എന്തുണ്ട്, നമുക്ക് ത്രെഡുകൾ ഉണ്ടല്ലേ. ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, ബോട്ടം ടാപ്പ് എന്നൊക്കെ നമുക്ക് വിളിക്കാം കേട്ടോ. ഈ ടാപ്പ് എന്തിനാ നമുക്ക് ഉപയോഗിക്കാം, ഇതിൽ കണ്ടോ ത്രെഡുകൾ കണ്ടോ നിങ്ങൾ, ഈ ത്രെഡിന്റെ ഇടയിൽ കണ്ടോ ഒരു ചാല് കെട്ടിയിട്ടുണ്ടോ. അപ്പൊ ഇങ്ങനത്തെ സാധനം നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ട് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഹോൾ ഉണ്ട്, ഒരു വർക്ക് പീസിൽ നമുക്ക് ഒരു ഹോൾ ഉണ്ട്. ഒരു വർക്ക് പീസിൽ ഇപ്പോ ഒരു വർക്ക് പീസ് എൻ്റെ കയ്യിലുണ്ട്. ഇതിന്റെ അറ്റത്ത് നമുക്ക് ഹോൾ ഉണ്ട്. ഈ ഹോളിൽ എനിക്ക് ത്രെഡ് ഇടണം, അതായത് ഇതിന്റെ ഉള്ളിൽ ഒരു നെട്ടും ബോൾട്ടൊക്കെ വെക്കണമെന്നുണ്ട്, ഒരു ബോൾട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ മുകളിൽ ത്രെഡ് വേണ്ടേ. അപ്പൊ ഈ ഹോളിൽ ത്രെഡ് ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇത് നമ്മൾ ഈ കാണിച്ച ടാപ്പ്. ഈ ഹോളില് നമ്മൾ ആദ്യമായിട്ട് ത്രെഡ് ഇടല്ലേ. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്യണം, ഫസ്റ്റ് ലൈറ്റ് ആയിട്ട് ത്രെഡ് ഇടണ്ടേ, പിന്നല്ലേ നമ്മൾ ഡീസെന്റ് ആയിട്ട് പോവാ. അപ്പൊ അതിന് വേണ്ടിയുള്ള അറേഞ്ച്മെന്റ് ആണ് ഫസ്റ്റ് ടാപ്പ്, സെക്കൻഡ് ടാപ്പ്, പ്ലഗ് ടാപ്പ്. ഓരോന്നിനും ഓരോ പേരുണ്ട് കേട്ടോ. ഫസ്റ്റ് ടാപ്പിനെ ടാപ്പ് എന്ന് വിളിക്കും, സെക്കൻഡ് ടാപ്പിനെ ഇന്റർമീഡിയറ്റ് ടാപ്പ് എന്ന് വിളിക്കും, പ്ലഗ് ടാപ്പിനെ ബോട്ടം ടാപ്പ് എന്ന് വിളിക്കും കേട്ടോ. തേർഡ് ടാപ്പിനെ ഇതുണ്ടോ, ഇതിന്റെ ഈ ചെരിവ് നോക്കൂ, ഈ അറ്റത്ത് നോക്കൂ നമ്മൾ.
ഫസ്റ്റ് ടാപ്പ് ആണെങ്കിൽ ഇത്രയും നല്ലോണം ചെരിവുണ്ടാവും. സെക്കൻഡ് ടാപ്പ് ആണെങ്കിൽ ചെരിവ് കുറച്ച് കമ്മിയായിട്ടുണ്ടാവും, ആ ത്രെഡ് ഇല്ലാത്ത ഭാഗം. തേർഡ് ടാപ്പ് ആണെങ്കിൽ കണ്ടോ ഇങ്ങനെ ആയിരിക്കും. ജസ്റ്റ് ശ്രദ്ധിച്ച് നോക്കുക, അതിന്റെ ആംഗിൾ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. കണ്ടോ, അപ്പൊ നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ ഈ ഫസ്റ്റ് ടാപ്പ് വെച്ച് തുടങ്ങും. കണ്ടോ, ഈ ആംഗിൾ നോക്കുക, ഈ ആംഗിൾ നോക്കുക, ഈ ആംഗിൾ നോക്കുക. കണ്ടോ, ഏറ്റവും ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? ബോട്ടം ടാപ്പ് ഉപയോഗിക്കും കേട്ടോ. ഇനി ഇത് ഹോളിൽ കിടന്നിട്ട് ഇങ്ങനെ കറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കും? ടാപ്പ് റിഞ്ച് ഉപയോഗിക്കും. കണ്ടോ, ഇത് നമുക്ക് നമ്മുടെ ചാനലിൽ വീഡിയോ ഉണ്ട്, ഇത് ടാപ്പ് ചെയ്യണതിന്റെ വീഡിയോ ഉണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. പിന്നെ ഇതിൽ ക്വസ്റ്റ്യൻസ് മാത്രം നമുക്ക് നോക്കാം കേട്ടോ. സോൾഡ് ടൈപ്പ് ടാപ്പ് റിഞ്ചിന്ന് അതായത് ഇതൊന്ന് ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ദീസ് ആർ അഡ്ജസ്റ്റബിൾ എന്നൊക്കെ പറയുന്ന ചോദ്യം ചോദിച്ചിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യാം, അതിന്റെ ചോദ്യങ്ങൾ മാത്രം ഡ്രില്ലിൽ നിന്ന് 500 ചോദ്യങ്ങൾ മാത്രം നോക്കാം കേട്ടോ, അല്ലെങ്കിൽ നമ്മളെ ഈ സിലബസ് തീർക്കലുണ്ടാവത്തില്ല. ഇനി എന്താണ് ഡൈ എന്ന് പറഞ്ഞാൽ? എന്താ ഡൈയും ഡൈ സ്റ്റോക്കും എന്ന് പറഞ്ഞാൽ അല്ലേ, അപ്പൊ നമുക്ക് ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ട് ഒരു ഡിവൈസ് ഉണ്ട്, അതിന്റെ മുകളിൽ ഉള്ള ത്രെഡ് ഡാമേജ് ആയിക്കണോ എഴുതിക്കോ. അപ്പോൾ നമുക്ക് അതിന്റെ മുകളിൽ ഡാമേജ് ആയിട്ടുള്ള ത്രെഡിനെ ഒന്നുകൂടി റീകണ്ടീഷൻ ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡൈനെറ്റ് ഉപയോഗിക്കാം കേട്ടോ. അതുപോലെ തന്നെ ഡൈ എന്ത് ചെയ്യാം, എക്സ്റ്റേണൽ ആയിട്ട് ത്രെഡ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഡൈ ഉപയോഗിക്കാം. നമുക്ക് ഇനി റീമർ എന്താണ്? റീമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി ഫിനിഷ് ആയിട്ടുള്ള ഒരു റീമർ ഒരു മൾട്ടി പോയിന്റ് കട്ടിംഗ് ടൂൾ ആണ്. പിന്നെ നമുക്ക് എന്താണ് അതിന്റെ ഗുണങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ഒരു ഹോൾ ഉണ്ട്, അതിനെ ഒന്നും കൂടി ഫിനിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ഉപയോഗിക്കും? റീമിംഗ് എന്ന് പറയുന്ന ഓപ്പറേഷൻ ഉപയോഗിക്കും കേട്ടോ. ഇത് അതിന്റെ മുന്നിൽ നിന്ന് ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ വ്യൂ ആണ്, അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻ വ്യൂ എന്നൊക്കെ പറയാം. കൗണ്ടർ സിങ്കിങ് എന്ന് അറിയാലേ, ഈ ചിത്രത്തിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? കൗണ്ടർ സിങ്കിങ് എന്താണെന്ന് അറിയാലേ, ഈ നെറ്റ് പോ അല്ലെങ്കിൽ ഈ സ്റ്റഡ് നമുക്ക് ഇതിലേക്ക് ഇറക്കിയിരിക്കുമ്പോൾ ഈ വിവലായിട്ടുള്ള അടിച്ച് എന്ത് ചെയ്യും? പൊന്തി നിൽക്കും അല്ലേ. അപ്പോൾ പൊന്തി നിൽക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനത്തെ ഈ കൗണ്ടർ സിങ്കിങ് ടൂൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഈ പക്ക സർഫസിനോട് ഒപ്പമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ സ്റ്റഡിനെ നമുക്ക് അടിയിലേക്ക് ഇറക്കി വെക്കാം. ഇനി ഈ ആംഗിളുകൾ പഠിച്ചു വെക്കാം കേട്ടോ. കൗണ്ടർ സിങ്ക് റിവറ്റിങ്ങിനാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? 75 ഡിഗ്രിയുള്ള നമ്മളെ കൗണ്ടർ ബോറിംഗ് ടൂൾ ഉപയോഗിക്കുക. 80 ഡിഗ്രി നമ്മൾ എവിടെ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ സെൽഫ് ടാപ്പിംഗ് സ്ക്രൂ ഉപയോഗിക്കും. 90 ഡിഗ്രി ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, അതുപോലെ 120 ഡിഗ്രി ചോദിച്ചു കണ്ടിട്ടുണ്ട്, നിങ്ങൾ നോക്കി നോക്കുക. ഇനി ടൈപ്പ് ജസ്റ്റ് നോക്കി നോക്കുക, ABCD ഇല്ല, ഈ മാത്രമേ ഉള്ളൂ. എന്തിനാ നമ്മൾ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ കൗണ്ടർ സിങ്ക് ഹോൾ സൈസ് നമ്മൾ IS സ്റ്റാൻഡേർഡ് പ്രകാരം 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്പ് A, ടൈപ്പ് B, ടൈപ്പ് C, ടൈപ്പ് E. ഇവിടെ D ഇല്ല എന്നുള്ള ഒരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ, ചിലപ്പോൾ അതിന് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി കൗണ്ടർ ബോറിംഗ് എന്താ? കൗണ്ടർ സിങ്കിങ് അറിയുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും? കൗണ്ടർ ബോറിംഗ് ഒക്കെ അടയാളപ്പെടുത്തും. ഇതിങ്ങനെ ചെരിഞ്ഞിട്ടുണ്ടാവില്ല, കുറച്ച് ആഴത്തിലായിരിക്കും ഇതിന്റെ ഹോള്. നമുക്ക് വരച്ചു നോക്കാം. കൗണ്ടർ ബോറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇങ്ങനെ ആയിരിക്കും ടൂൾ കേട്ടോ. ഉപയോഗിക്കുന്ന ടൂളും അതുപോലെ തന്നെ ആയിരിക്കും. കൗണ്ടർ സിങ്കിങ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭാഗം എന്തായിരിക്കും? ഇങ്ങനെ ആയിരിക്കും. ഈ ഭാഗം ഇങ്ങനെ ബിവലായിട്ടായിരിക്കും. ഇനി സ്പോട്ട് ഫേസിങ് ചിത്രത്തിൽ മനസ്സിലാവും അല്ലേ? ഇനി അപ്പോൾ ഡ്രില്ലിങ്ങിന്റെ ഇതൊന്നും ചോദിച്ചിട്ടുണ്ട്, കട്ടിംഗ് സ്പീഡ് RPM ചോദിച്ചിട്ടുണ്ട്, 5 N/1000 മീറ്റർ/മിനിറ്റ് യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ടേബിൾ വളരെ 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 ഇമ്പോർട്ടന്റ് ആണ്, നിങ്ങൾ പഠിച്ചു വെക്കുക. മെറ്റീരിയൽ ബീൻ ഡ്രില്ലഡ് ഫോർ ഹൈ സ്പീഡ് സ്റ്റീൽ, കട്ടിംഗ് സ്പീഡ് മീറ്റർ/മിനിറ്റ്. നമ്മൾ ഈ ഹൈ സ്പീഡ് സ്റ്റീലിന്റെ ഈ ബിറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് മാക്സിമം എത്ര ബിറ്റ് സ്പീഡാണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അലുമിനിയം ആണെങ്കിൽ 70 to 100 അലുമിനിയം ചോദിച്ചിട്ടുണ്ട്. പിന്നെ കാസ്റ്റ് അയൺ ചോദിച്ചിട്ടുണ്ട്, സ്റ്റീൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടേബിൾ പഠിച്ചു വെക്കുക, റാങ്ക് മേക്കിംഗ് ആണ്. അലുമിനിയം ആണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് അത്യാവശ്യം നല്ല സ്പീഡിൽ എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. 70 നല്ല സ്പീഡും ഫീഡൊക്കെ നമുക്ക് കൊടുക്കാം. ബ്രാസ് ആണെങ്കിൽ എന്ത് ചെയ്യും? കുറച്ചും കൂടി കമ്മിയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ, സ്റ്റീലൊക്കെ ആണെങ്കിൽ ഉണ്ടോ വളരെ വളരെ കുറവാണ്, 20 മുതൽ 30 വരെ ഉള്ളൂ. ഇനി അലോ സ്റ്റീൽ ആണെങ്കിൽ ഉണ്ടോ 5 മുതൽ 8 വരെ ഉള്ളൂ. പിന്നെ പ്ലാസ്റ്റിക് ആണെങ്കിൽ ഉണ്ടോ 20 മുതൽ 30 വരെ ഉള്ളൂ. ഓക്കെ ആണോ? ഇനി ഫീഡ് റേറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ടേബിളിൽ നിന്ന് PSC ക്വസ്റ്റ്യൻസ് കണ്ടുവരാറുണ്ട്. ഇനി എന്താണ് ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ? ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ പറഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പ്രിസിഷൻ വർക്കിങ്ങില് ഇത് പക്ക ഫ്ലാറ്റ് ആണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം? ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്റർ ഉപയോഗിക്കാം. ഈ സൈസിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഇതിന്റെ ഡയൽ എന്ത് ചെയ്യും? അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ആടും അല്ലെ. ഹൈറ്റ് ആണെങ്കിലും കുണ്ടും കുഴിയാണെങ്കിൽ എന്ത് ചെയ്യും? അതിനനുസരിച്ചിട്ട് സർഫസിന്റെ ഇറഗുലാരിറ്റീസ് അനുസരിച്ച് എന്ത് ചെയ്യും? ഈ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററിന്റെ സൂചി എന്ത് ചെയ്യും? ചലിക്കും. ഇത് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചെറിയ മൂവ്മെന്റിന്റെ പ്ലഞ്ചറും കൂടി നമ്മൾ എന്ത് ചെയ്യും? മാഗ്നിഫൈ ചെയ്ത് കാണിക്കുകയാണ് കേട്ടോ. മാഗ്നിഫൈ ചെയ്ത് കാണിക്കുകയാണ് അതിന്റെ പ്രിൻസിപ്പിൾ. 2 ടൈപ്പ് ഉണ്ട്, പ്ലഞ്ചർ ടൈപ്പ് ഉണ്ട്, ലിവർ ടൈപ്പ് ഉണ്ട്.
ചോദ്യങ്ങൾ കണ്ടിട്ടുണ്ട്. ചോദ്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇത് ഒരുപാട് പഠിക്കുന്നതിനേക്കാളും നല്ലത് ആ ചോദ്യം നോക്കുന്നതാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യില്ല, നമ്മളെ സിലബസ് കഴിയത്തില്ല. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് എന്താണ് മാസ് പ്രൊഡക്ഷന്, ഇന്റർചേഞ്ചബിലിറ്റി, സെലക്റ്റീവ് അസംബ്ലി എന്നൊക്കെ. ഈ സെലക്റ്റീവ് അസംബ്ലി എന്ന് പറഞ്ഞാൽ കണ്ടോ, ഈ ഒരു നെറ്റും ഈ ഒരു ബോൾട്ടും ഉണ്ട്. ഈ ഒരു ബോൾട്ട് ഈ ഒരു നെറ്റിലേക്ക് മാത്രമേ കയറത്തുള്ളൂ. ഇനി ഈ ഫസ്റ്റ് ബോൾട്ട് ഈ സെക്കൻഡ് നെറ്റിലേക്ക് എന്തില്ല, ഇയാൾ കയറത്തില്ല. ഇയാൾ ഒന്നുകിൽ ടൈറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ ലൂസ് ആയിരിക്കും, അല്ലെങ്കിൽ സൂട്ട് ആകത്തില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, സെലക്റ്റീവ് അസംബ്ലി എന്ന് വിളിക്കും. ഇനി നോൺ സെലക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേപോലെയുള്ള ഈ ബോൾട്ടിന് നമുക്ക് എന്ത് ചെയ്യാം, വേറെ ഒരു കടയിൽ നിന്ന് വാങ്ങിയ ഈ ഒരു നെറ്റ് സൂട്ടബിൾ ആയിരിക്കും. കാരണം അതേ ത്രെഡിന് സൂട്ടബിൾ ആയിട്ടുള്ള നെറ്റ്, അതാണ് നോൺ സെലക്റ്റീവ് അസംബ്ലി. അപ്പൊ നമ്മളെ സംബന്ധിച്ചോളം ഗുണം ഏതാണ്, നോൺ സെലക്റ്റീവ് അസംബ്ലി ആണ്. കാരണം എന്താ, നമുക്ക് ഒരു സൈസ് ബോൾട്ട് ഉണ്ടെങ്കിൽ അതിന്റെ ത്രെഡിന് ത്രെഡ് ഫോമിനൊക്കെ യോജിപ്പിച്ച നെറ്റ് നമുക്ക് എന്ത് ചെയ്യാം, വേറെ കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. അതാണ് നോൺ സെലക്റ്റീവ് അസംബ്ലി കേട്ടോ. അപ്പൊ ഏറ്റവും നല്ല ഗുണം ഏതാണ്, ഇതാണ്. ഇനി ഇന്റർചേഞ്ചബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ. We mean that identical component manufactured by different personnel under different environment. അതിന് നമ്മൾ എന്ത് വിളിക്കും, അതായത് ഒരു സ്ഥലത്തായിരിക്കും. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം നമുക്ക് എന്ത് ചെയ്യാം, ഈ പാലക്കാട് നിന്ന് ഉണ്ടാക്കുന്ന നെറ്റിന് സൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ can be assembled and replaced without any rectification during the assembly stage and without affecting the functioning of the component when assembled. അതായത് ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് ഉണ്ടാക്കുന്ന സാധനം നമ്മുടെ പാലക്കാടത്തെ ഒരു മെഷീൻ സൂട്ടബിൾ ആണെന്നുണ്ടെങ്കിൽ അതാണ് ഇന്റർചേഞ്ചബിലിറ്റി. അതായത് നമ്മളെ കമ്പനി തന്നെ ഇറക്കി ഉൽപ്പാദിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ സെലക്റ്റീവ് അസംബ്ലി എന്ന് വിളിക്കും. കോമൺ ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇന്റർചേഞ്ചബിൾ എന്ന് വിളിക്കും. നമ്മളെ സംബന്ധിച്ച്, കസ്റ്റമറെ സംബന്ധിച്ച്, അല്ലെങ്കിൽ അതിന്റെ ബ്രേക്ക് ഡൗൺ ടൈം എന്നൊക്കെ പറയില്ല, നമ്മൾ എത്രത്തോളം മെഷീൻ ഓപ്പറേറ്റ് ചെയ്യാതിരിക്കുന്നത്, അതിനൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക ഇന്റർചേഞ്ചബിലിറ്റി ആയിട്ടുള്ള ഐറ്റംസ് ആണ്. ഇനി ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്, ഒരുപാട് ക്വസ്റ്റ്യൻസ്. സിമ്പിൾ ടോപ്പിക്കാണ്. ചിലർക്ക് എന്ത് ചെയ്യും, ഇത് വളരെ വളരെ ടഫായിട്ട് തോന്നും. പക്ഷെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക് ഒന്ന് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഇത്, ലിമിറ്റ്, ഫിറ്റ്, ടോളറൻസ്.